ഹായ് സ്റ്റുഡൻസ്, കോർഡിനേഷൻ കെമിസ്ട്രിയുടെ ആദ്യത്തെ സെഷനിൽ നമ്മൾ കോർഡിനേഷൻ കെമിസ്ട്രിയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള കുറച്ച് ടെർമിനോളജീസ്, അതിൻ്റെ കുറച്ച് ടെക്നിക്കൽ ടേംസുകൾ, അതിനുശേഷം അവരുടെ നോമൻക്ലേച്ചർ, ദെയറാഫ്റ്റർ കോർഡിനേഷൻ കോമ്പൗണ്ട്സിൽ കാണപ്പെടുന്ന സ്ട്രക്ചറൽ ആൻഡ് സ്റ്റീരിയോ ഐസോമർസം, ഇതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള കുറച്ച് പ്രധാനപ്പെട്ട ചോദ്യങ്ങളായിരുന്നു കഴിഞ്ഞ ദിവസത്തെ ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇന്ന് കോർഡിനേഷൻ കെമിസ്ട്രിയുടെ രണ്ടാമത്തെ ക്ലാസ്സിലും കോർഡിനേഷൻ കോമ്പൗണ്ട്സിന്റെ ബോണ്ടിങ്ങുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള തിയറികൾ, അതിൽ ആദ്യത്തത് വെർണറുടെ തിയറി, അതിനുശേഷം വാലൻസ് ബോണ്ട് തിയറി, ദെയറാഫ്റ്റർ ക്രിസ്റ്റൽ ഫീൽഡ് തിയറി, പിന്നീട് മെറ്റൽ കാർബണൈഡ്സിന്റെ ബോണ്ടിങ്, അതിനുശേഷം കോർഡിനേഷൻ കോംപ്ലക്സുകൾ സാധാരണ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ അത് യൂസ് ചെയ്യപ്പെടുന്ന ആപ്ലിക്കേഷൻസുകളാണ് നമ്മൾ ഇന്നത്തെ ഈ സെഷനിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഫസ്റ്റ് ആദ്യത്തെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനിലേക്ക് പോകാം. അത് വെർണറിന്റെ തിയറി. ഇൻഫാക്ട് ടെക്സ്റ്റ് ബുക്കിൽ, NCERT ടെക്സ്റ്റ് ബുക്കിൽ കോർഡിനേഷൻ കോമ്പൗണ്ട്സിന്റെ ചാപ്റ്റർ തുടങ്ങുന്നത് തന്നെ വെർണറിന്റെ തിയറിയിലൂടെയാണ്. ഏറ്റവും ആദ്യത്തെ കോർഡിനേഷൻ കോമ്പൗണ്ടുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു തിയറി, അതിന്റെ ബോണ്ടിങ്ങുമായിട്ട് കണക്ട് ചെയ്ത് ഒരു തിയറിയാണ് വെർണർ തിയറി. കുറച്ച് ഡ്രോബാക്സുകളൊക്കെ ഉള്ള ഒരു തിയറിയും കൂടി ആയിരുന്നു. നമുക്ക് ആദ്യം വെർണറിന്റെ തിയറിയുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഒരു ചോദ്യത്തിലേക്ക് പോകാം. അപ്പം ഒന്നാമത്തെ ചോദ്യം, അക്കോർഡിംഗ് ടു വെർണേഴ്സ് തിയറി, ദി സെക്കൻഡറി വാലൻസി ഓഫ് ദി സെൻട്രൽ മെറ്റം കറസ്പോണ്ട്സ് ടു. അപ്പോൾ വെർണറിന്റെ തിയറിയിൽ പറയുന്നത്, for every coordination compound, the central metal atom consists of two kinds of valencies called primary valency and secondary valency. ഇപ്പോൾ വെർണറിന്റെ തിയറിയുടെ പോസ്റ്റുലേറ്റ്സ് ഇതാണ്. ഏതൊരു കോർഡിനേഷൻ കോമ്പൗണ്ട്സിനും രണ്ട് വാലൻസീസ് ഉണ്ട്. പ്രൈമറി വാലൻസി ഉണ്ട്, സെക്കൻഡറി വാലൻസി ഉണ്ട്. പ്രൈമറി വാലൻസി കറസ്പോണ്ട്സ് ടു ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് സെൻട്രൽ മെറ്റൽ ആറ്റം. പ്രൈമറി വാലൻസി കറസ്പോണ്ട്സ് ടു oxidation state of central metal atom. Secondary valency corresponds to coordination number എന്നാണ്. സെക്കൻഡറി വാലൻസി എന്ന് പറയുന്നത് അതിന്റെ കോർഡിനേഷൻ നമ്പറിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. വളരെ എളുപ്പമുള്ള ഒരു ചോദ്യമായിരുന്നു. സെക്കൻഡറി വാലൻസി എന്തിനെ കറസ്പോണ്ട് ചെയ്യുന്നു? അക്കോർഡിംഗ് ടു വെർണേഴ്സ് തിയറി, സെക്കൻഡറി വാലൻസി ഓഫ് സെൻട്രൽ മെറ്റൽ ആറ്റം കറസ്പോണ്ട്സ് ടു ഇറ്റ്സ് കോർഡിനേഷൻ നമ്പർ. അതിന്റെ കോർഡിനേഷൻ നമ്പറിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. പ്രൈമറി വാലൻസി ആയിരുന്നുവെങ്കിൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ്, സെക്കൻഡറി വാലൻസി ആണെങ്കിൽ കോർഡിനേഷൻ നമ്പർ. നമുക്കറിയാം പ്രൈമറി വാലൻസി എന്ന് പറയുന്നത് അയണൈസബിൾ ആണ്, നോൺ ഡയറക്ഷണൽ ആണ്, സാറ്റിസ്ഫൈഡ് ബൈ നെഗറ്റീവ് അയോൺസ്. സെക്കൻഡറി വാലൻസി എന്ന് പറയുന്നത് നോൺ അയണൈസബിൾ, ഡയറക്ഷണൽ ആണ്, ആൻഡ് ആർ സാറ്റിസ്ഫൈഡ് ബൈ ന്യൂട്രൽ ഓർ നെഗറ്റീവ് അയോൺസ് എന്നാണ്. അതാണ് ആ തിയറിയുടെ 3 പോസ്റ്റുലേറ്റ്സ് എന്ന് പറയുന്നത്. ഏതൊരു സെൻട്രൽ മെറ്റൽ ആറ്റത്തിനും രണ്ട് ടൈപ്പ് വാലൻസീസ് ഉണ്ട്. പ്രൈമറി വാലൻസി ഉണ്ട്, സെക്കൻഡറി വാലൻസി ഉണ്ട്. പ്രൈമറി വാലൻസിയുടെ ക്യാരക്ടറിസ്റ്റിക്സ്, സെക്കൻഡറി വാലൻസിയുടെ ക്യാരക്ടറിസ്റ്റിക്സ്. പ്രൈമറി വാലൻസി എന്ന് പറയുന്നത് സെൻട്രൽ മെറ്റലിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റിനെയും, സെക്കൻഡറി വാലൻസി മെറ്റൽ ആറ്റത്തിനെ സറൗണ്ട് ചെയ്തിട്ടുള്ള കോർഡിനേറ്റ് ബോണ്ടിന്റെ നമ്പർ, ദാറ്റ് ഈസ് കോർഡിനേഷൻ നമ്പറിനെയും ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. വളരെ എളുപ്പമുള്ള ഒരു ചോദ്യമായിരുന്നു ആദ്യത്തെ ക്വസ്റ്റ്യൻ. ഇനി സാധാരണ വെർണറിന്റെ തിയറിക്കകത്ത് നിന്ന് വളരെ റെയർ ആയിട്ടേ ക്വസ്റ്റ്യൻ വരാറുള്ളൂ. ഒന്നെങ്കിൽ അതിന്റെ സ്റ്റേറ്റ്മെന്റുകൾ തെറ്റിച്ച് തന്നിട്ട് അത് കറക്റ്റ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ പോസ്റ്റുലേറ്റ്സുകൾ പറയാൻ വേണ്ടി, അല്ലെങ്കിൽ ഇതുപോലെ പ്രൈമറി വാലൻസി, സെക്കൻഡറി വാലൻസി, നിങ്ങൾക്ക് ഒരു കോംപ്ലക്സ് തന്നിട്ട് അതിന്റെ പ്രൈമറി വാലൻസി കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ സെൻട്രൽ മെറ്റൽ ആറ്റത്തിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയാണോ അത് തന്നെയായിരിക്കും അതിന്റെ പ്രൈമറി വാലൻസി എന്ന് പറയുന്നത്. അപ്പൊ പ്രൈമറി വാലൻസിയോ സെക്കൻഡറി വാലൻസിയോ കണ്ടുപിടിക്കാനായിട്ടായിരിക്കും ചോദ്യം വരുന്നത്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ടെട്ര അമീൻ കോപ്പർ 2 അയോൺ. ടെട്ര അമീൻ എന്ന് പറഞ്ഞാൽ 4 അമീൻ ലിഗാൻഡ് ഉണ്ട്. ടെട്ര അമീൻ NH3 4 times. ടെട്ര അമീൻ കോപ്പർ, ടെട്ര അമീൻ കോപ്പർ 2 അയോൺസ്. ഇതാണ് കോംപ്ലക്സ്. ഇവിടെ പ്രത്യേകം എടുത്തു പറഞ്ഞിരിക്കുകയാണ്, ഇറ്റ്സ് എ സ്ക്വയർ പ്ലാനാർ കോംപ്ലക്സ്. സ്ക്വയർ പ്ലാനാർ കോംപ്ലക്സ് വിത്ത് 1 അൺപെയർഡ് ഇലക്ട്രോൺ. സ്ക്വയർ പ്ലാനാർ കോംപ്ലക്സ് ആണ്, അതിൽ ഒരു അൺപെയർഡ് ഇലക്ട്രോൺസ് ഉണ്ടെന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ സ്ക്വയർ പ്ലാനാർ കോംപ്ലക്സുകളിൽ ഒരു അൺപെയർഡ് ഇലക്ട്രോൺസ് ഉണ്ടെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. സ്ക്വയർ പ്ലാനാർ കോംപ്ലക്സ് ആണെങ്കിൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും അതിന്റെ ജോമെട്രി എന്നതാണെന്നും അതിന്റെ ഹൈബ്രിഡൈസേഷൻ എന്നാണ്. നമുക്കറിയാം കോർഡിനേഷൻ നമ്പർ 4 ആണ് എങ്കിൽ there can be 2 type of hybridization. One is dsp2 hybridization and the second is sp3 hybridization. ഇപ്പോൾ ഒരു കോംപ്ലക്സിന്റെ കോർഡിനേഷൻ നമ്പർ 4 ആണ് എങ്കിൽ ധൃതി പിടിച്ചു പോയി അതിന്റെ ഷേപ്പ് പറയരുത്, ഹൈബ്രിഡൈസേഷനും കൂടെ നോക്കിയിട്ടേ അതിന്റെ ഷേപ്പ് പറയാവുള്ളൂ. ഇപ്പൊ കോർഡിനേഷൻ നമ്പർ 4 ആണ് എങ്കിൽ there can be 2 type of hybridization. One is dsp2, the second is sp3. dsp2 hybridization ഉള്ള കോംപ്ലക്സുകളാണ് എങ്കിൽ that will be in square planar shape. അവരുടെ ഷേപ്പ് സ്ക്വയർ പ്ലാനാർ ആയിരിക്കും. sp3 ആണ് എങ്കിൽ it will be in tetrahedral shape. അത് ടെട്രാഹീഡൽ ഷേപ്പ് ആയിരിക്കും. ഈ ചോദ്യത്തിനകത്ത്
സ്ക്വയർ പ്ലേനാർ ആണെന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ സ്ക്വയർ പ്ലേനാർ ആണെങ്കിൽ അവരുടെ ഹൈബ്രിഡൈസേഷൻ ഡെഫിനറ്റ്ലി എന്നതായിരിക്കും? DsP2 ഹൈബ്രിഡൈസേഷൻ ആയിരിക്കും. അപ്പൊ തന്നെ നമുക്ക് ആൻസർ ഓപ്ഷൻ എ ആണെന്ന് കൊടുക്കാം. ചെയ്യേണ്ട ആവശ്യം പോലും ഇല്ല. സ്ക്വയർ പ്ലേനാർ ജോമെട്രി DsP2 ഹൈബ്രിഡൈസേഷൻ ആണ്. എളുപ്പമുള്ള ഒരു ക്വസ്റ്റൻ ആണ്. വാലൻസ് ബോണ്ട് തിയറിയുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഒരു ചോദ്യമാണ്. വാലൻസ് ബോണ്ട് തിയറിയുടെ ക്വസ്റ്റൻ ആണ്. അടുത്ത ചോദ്യം അഗെയിൻ വാലൻസ് ബോണ്ട് തിയറിയുടെ ഭാഗമാണ്. കോർഡിനേഷൻ കോമ്പൗണ്ട് എന്ന് പറഞ്ഞ എൻ്റെ ചാപ്റ്റർ എടുത്താൽ തന്നെ അതിലെ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോർഷൻ ഇസ് വാലൻസ് ബോണ്ട് തിയറി. ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ബോർഡ് എക്സാമിനേഷനും കോമ്പറ്റീറ്റീവ് എക്സാമിനേഷനും ചോദിക്കുന്നതും വാലൻസ് ബോണ്ട് തിയറിയുടെ ഭാഗമാണ്. ഈവൻ ക്രിസ്റ്റൽ ഫീൽഡ് തിയറി ഓൾസോ. പക്ഷേ ദ മോർ ഇമ്പോർട്ടൻറ്റ് അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻ എന്ന് ചോദിച്ചാൽ അത് ഡെഫിനറ്റ്ലി വാലൻസ് ബോണ്ട് തിയറി ആയിരിക്കും. അപ്പോൾ അടുത്ത ചോദ്യം NiCl2 2- is a paramagnetic species while NiCO4 is diamagnetic even though both are tetrahedral. രണ്ടുപേരും ടെട്രാഹെഡ്രൽ ആണ്, നിക്കലാണ് രണ്ടുപേരുടെയും മെറ്റലും. പക്ഷെ ഒന്ന് പാരാമാഗ്നറ്റിക്കും ഒന്ന് ഡയാമാഗ്നറ്റിക്കും ആണ്. എക്സ്പ്ലെയിൻ ചെയ്യുക. അപ്പോൾ നമ്മൾ എക്സ്പ്ലനേഷൻ രണ്ട് കോംപ്ലക്സിന്റെയും മാഗ്നറ്റിക് ക്യാരക്ടർ പറയണമെങ്കിൽ അൺപെയ്ഡ് ഇലക്ട്രോൺസിന്റെ എണ്ണം കണ്ടുപിടിച്ചിട്ട് വേണം പറയാൻ വേണ്ടി. അപ്പോൾ ഓരോ കോംപ്ലക്സ് ആയിട്ട് എടുക്കാം. NiCl4 2-. This is our coordination entity. Here the oxidation state of central metal atom nickel എത്രയായിരിക്കും? X-4 which is equal to -2. X will be +2. Oxidation state of central metal atom nickel and the complex NiCl4 2- is +2. But nickel in the oxidation state +2 ആണ്. Then what is the ground state electronic configuration of nickel? Nickel in the ground state electronic configuration എത്രയാണ്? അപ്പോൾ nickel electronic configuration of nickel. This is the ground state electronic configuration. Nickelന്റെ atomic number 28 ആണ്. It is 3d8 4s2 ആണ് നോർമൽ രീതിയിൽ. പക്ഷേ ഈ കോംപ്ലക്സിലും നിക്കൽ +2 സ്റ്റേറ്റിലാണല്ലോ. സോ എക്സൈറ്റഡ് സ്റ്റേറ്റ് കോൺഫിഗറേഷൻ, എക്സൈറ്റഡ് സ്റ്റേറ്റ് അല്ല +2 സ്റ്റേറ്റ് ആകുമ്പോൾ ഉള്ള അതിന്റെ കോൺഫിഗറേഷൻ ഇൻ +2 സ്റ്റേറ്റ് ഇൻ Ni2+2+ ആകുന്ന സമയത്ത് 2 ഇലക്ട്രോൺ നഷ്ടപ്പെട്ട് കഴിയുമ്പോഴേക്കും ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 3d8 വരത്തുള്ളൂ. അതായത് ഡി ഓർബിറ്റലിൽ 8 ഇലക്ട്രോൺസ് ഉണ്ട്. 1 2 3 4 5 6 7 8 ഇലക്ട്രോൺസ് ഉണ്ട്. 4s orbital is vacant and thereafter 4p orbital is also vacant. This is the situation in nickel 2+. ന്റെ അവസ്ഥ ഇതാണ്. ഇനി നോക്കേണ്ടത് കോർഡിനേഷൻ നമ്പർ 4 ആണ് എങ്കിൽ ആദ്യം നോക്കേണ്ടത് DsP2 ഹൈബ്രിഡൈസേഷൻ കിട്ടാൻ സാധ്യതയുണ്ടോ. പിന്നീട് വേണം നോക്കേണ്ടത് sp3. ഇപ്പൊ നോക്കേണ്ടത് ക്ലോറിൻ ഒരു വീക്ക് ലിഗാൻഡാ. സിൻസ് Cl- is a weak ligand, Cl- ഒരു വീക്ക് ലിഗാൻഡാ. Therefore electron pairing not takes place. Electron pairing does not takes place. ഇലക്ട്രോൺ പെയറിംഗ് നടക്കില്ല. അപ്പൊ പെയറിംഗ് നടക്കില്ല എങ്കിൽ ഹൈബ്രിഡൈസേഷൻ എന്തായിരിക്കും? ഒരു എസും 3 പിയും ഉൾപ്പെടെ ഈ 3 ഓർബിറ്റലുകളായിരിക്കും ഹൈബ്രിഡൈസേഷൻ ഉപയോഗിക്കുന്നത്. sp3 ആണ്. അപ്പം നിക്കൽ NiCl4 2- ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് 2 അൺപെയ്ഡ് ഇലക്ട്രോൺ, ദീസ് 2 ആർ ദി അൺപെയ്ഡ് ഇലക്ട്രോൺ. 2 അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഉള്ളതിനാൽ this is paramagnetic due to the presence of 2 unpaired electron, and this will be paramagnetic. And what is in the case of NiCO4? NiCO4 എന്ന് പറയുന്ന ഈ കോംപ്ലക്സ് എടുത്തു കഴിഞ്ഞാൽ ഇതൊരു മെറ്റൽ കാർബണൈൽസ് ആണ്. മെറ്റൽ കാർബണൈൽസിലെ മെറ്റലിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എപ്പോഴും 0 ആണെന്ന് പഠിച്ചിട്ടുള്ളതാണ്. സോ ഇൻ നിക്കൽ കാർബണൈൽ ഇൻ NiCO4 oxidation state of Ni is നിക്കലിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. മെറ്റലിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് 0 ആയിരിക്കും. അപ്പൊ നിക്കൽ എന്ന് പറയുന്നത് 3d8 4s2 എന്ന് പറയുന്ന അതേ കോൺഫിഗറേഷനിൽ തന്നെ ആയിരിക്കും ഇരിക്കുന്നത്. ദർ ഇസ് നോ ലോസ് ഓഫ് ഇലക്ട്രോൺ ബിക്കോസ് NiCO4 എന്ന് പറയുന്ന കോംപ്ലക്സിൽ നിക്കലിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് 0 ആണ്. But 3D there are 8 electrons. 1 2 3 4 5 6 7 and 8.
There are 2 electrons in the 4s orbital. There are 3 vacant 4p orbital. പിന്നെ ശ്രദ്ധിക്കേണ്ടത് CO കാർബണൈൽ എന്ന് പറയുന്ന ലിഗാൻഡ് ആണ് ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ലിഗാൻഡ്. സിൻസ് CO is a strong ligand. CO എന്ന് പറയുന്നത് ഒരു സ്ട്രോങ് ലിഗാൻഡാ, ശരിയല്ലേ? ഇപ്പൊ CO എന്ന് പറയുന്നത് സ്ട്രോങ് ലിഗാൻഡ് ആയതുകൊണ്ട് തന്നെ ഫോറസിലെ ഇലക്ട്രോൺസുകൾ എവിടെ ചെന്ന് പെയർ ചെയ്യിപ്പിക്കും? 3D പെയർ ചെയ്യിപ്പിക്കും. സിൻസ് CO is a strong ligand, forest electrons get paired in 3D orbital. Get paired in 3D orbital. 3D orbital അവരങ്ങ് പെയർ ചെയ്യപ്പെടും. സോ നൗ ദി നിക്കലിന്റെ അവസ്ഥ എന്ന് പറയുന്നത് ഫോറസ്റ്റിലെ ഇലക്ട്രോൺസുകൾ 3D പെയർ ചെയ്തു. ഓൾറെഡി ദർ ആർ 8 ഇലക്ട്രോൺസ് ഇൻ 3D orbitals. Then 2 ഇലക്ട്രോൺസ് ഫോറസ്റ്റിൽ നിന്നുകൂടെ വരുമ്പം അത് 3D പെയർ ചെയ്യും. Now the forest orbital is vacant. Then there are 3p orbital is also vacant. Even though hybridization sp3 ആണ്, hybridization sp3 ആണ്, പക്ഷേ ഇതിൽ unpaired electrons ഇല്ല. No unpaired electrons. Unpaired electrons. Therefore, NiCO4 is diamagnetic. NiCO4 എന്ന് പറയുന്നത് ഡയാമാഗ്നറ്റിക് ആയിരിക്കും. ഒരെണ്ണം എന്തായിരിക്കും? പാരാമാഗ്നറ്റിക്. അപ്പൊ ഇതുപോലുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ 2 കോംപ്ലക്സുകളെയും സെപ്പറേറ്റ് ആയിട്ട് എഴുതി നമ്പർ ഓഫ് അൺപെയ്ഡ് ഇലക്ട്രോൺസ് നോക്കണം. അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ അത് പാരാമാഗ്നറ്റിക് ആയിരിക്കും, ഇല്ലാത്തവർ ഡയാമാഗ്നറ്റിക്. അപ്പൊ അവിടെ ശ്രദ്ധിക്കേണ്ടത് NiCO4 മെറ്റൽ കാർബണൈൽസുകളൊക്കെയാണ് നിങ്ങൾക്ക് ചോദ്യമായിട്ട് തരുന്നതെങ്കിൽ, കാർബണൈൽ എന്ന് പറഞ്ഞാൽ സ്പെക്ട്രോകെമിക്കൽ സീരീസ് അനുസരിച്ച് ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ലിഗാൻഡും കൂടിയാണ്. അപ്പൊ അത്രയും സ്ട്രോങ് ആയ ലിഗാൻഡ് ആയതുകൊണ്ട് തന്നെ ഈ CO ലിഗാൻഡിന്റെ ഒരു പ്രത്യേകത, ഫോറസിലെ ഇലക്ട്രോണിനെ അവർക്ക് വേണമെങ്കിൽ 3D കൊടുത്ത് പെയർ ചെയ്യിപ്പിക്കാൻ പറ്റും. അപ്പൊ ഫോറസിലെ സാധാരണ നമ്മൾ ഇതിന് മുൻപ് ചെയ്തിരിക്കുന്ന എല്ലാം 3D ഓർബിറ്റലിൽ തന്നെ ഇരിക്കുന്ന ഇലക്ട്രോൺസ് പെയറപ്പ് ചെയ്യുകയാണ്. പക്ഷേ CO ലിഗാൻഡുകൾ എസ്പെഷ്യലി മെറ്റൽ കാർബണൈൽസുകളിൽ, ഇങ്ങനെയുള്ള കോംപ്ലക്സുകൾക്ക് മെറ്റൽ കാർബണൈൽസ് എന്ന് വിളിക്കും. അപ്പൊ മെറ്റൽ കാർബണൈൽസുകളിൽ CO ലിഗാൻഡിന്റെ ശക്തി വളരെ കൂടുതലായതുകൊണ്ട് CO ലിഗാൻഡുകൾ ഫോറസിൽ ഇരിക്കുന്ന ഇലക്ട്രോണുകളെ ആവശ്യമായ സിറ്റുവേഷനിൽ 3D ഓർബിറ്റലിലേക്ക് കൊടുത്ത് പെയർ ചെയ്യിപ്പിക്കാനായിട്ട് അവർക്ക് കഴിയും. ഫോറസ് ഓർബിറ്റലിലെ ഇലക്ട്രോൺസ് 3D പെയർ ചെയ്യിപ്പിക്കുകയും അങ്ങനെ 3D ഓർബിറ്റൽ ഫുള്ളി ഓക്യുപ്പൈഡ് ആയിരിക്കുകയും ഫോറസ് വേക്കന്റ് ആയി മാറുകയും ചെയ്യും. ഇവിടെ 3D ഓർബിറ്റൽ കംപ്ലീറ്റ്ലി ഫിൽഡ് ആണ്. ദർ ഇസ് നോ അൺപെയ്ഡ് ഇലക്ട്രോൺസ്, therefore it is diamagnetic. അപ്പോൾ ഒരെണ്ണം ഡയാമാഗ്നറ്റിക്കും ഒരെണ്ണം പാരാമാഗ്നറ്റിക്കും ആണ്. അപ്പൊ മാഗ്നറ്റിക് പ്രോപ്പർട്ടിയുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ വാലൻസ് ബോണ്ട് തിയറിയിൽ സർവ്വസാധാരണമായി ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ്. അടുത്ത ചോദ്യം, using valence bond approach deduce the shape and magnetic character of CrCO6. ഇതേപോലെ തന്നെ അപ്പൊ CO എന്ന് പറയുന്നത് സ്ട്രോങ് ലിഗാൻഡ് ആണ്. ദിസ് ഇസ് ഓൾസോ മെറ്റൽ കാർബണൈൽ. അപ്പൊ മെറ്റൽ കാർബണൈൽസ് ആണെങ്കിൽ ഫോറസ്റ്റിലെ ഇലക്ട്രോൺസുകളെ 3D പെയർ ചെയ്യിപ്പിക്കാനായിട്ട് പറ്റും. ആ ഒരു ബോധം ആദ്യം തന്നെ മനസ്സിലേക്ക് ഉണ്ടായിരിക്കണം. നമുക്ക് ആദ്യം തുടങ്ങാം. സെൻട്രൽ മെറ്റൽ ആറ്റം ക്രോമിയം ആണ്. ക്രോമിയത്തിന്റെ ഗ്രൗണ്ട് സ്റ്റേറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമുക്ക് പഠിച്ചിട്ടുള്ളതാണ്. ക്രോമിയത്തിന് ഫസ്റ്റ് ഇയറിൽ പഠിച്ചതാ എക്സെപ്ഷൻ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ്. എക്സ്പെക്ട് ചെയ്യുന്നത് 3d4 4s2 ആണ് വരേണ്ടത്. പക്ഷേ ഇറ്റ്സ് കോൺഫിഗറേഷൻ ഇസ് 3d5 4s1. 3d5 4s1 ആണ് ക്രോമിയത്തിന്റെ ഗ്രൗണ്ട് സ്റ്റേറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. In this particular complex, that is CrCO6. CrCO6 എന്ന് പറയുന്ന ഈ കോംപ്ലക്സിൽ ക്രോമിയത്തിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് 0 ആണ്. ബിക്കോസ് ഇൻ മെറ്റൽ കാർബണൈൽസ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് സെൻട്രൽ മെറ്റൽ ആറ്റം ഇസ് ഓൾവേസ് 0 എന്നാണ്. ഹിയർ ക്രോമിയത്തിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഇസ് ഈക്വൽ ടു 0. അപ്പോൾ ഇലക്ട്രോണിന്റെ നഷ്ടമൊന്നും സംഭവിക്കുന്നില്ല. ഇലക്ട്രോൺസ് ക്രോമിയത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നില്ല. സോ ബോക്സ് ഡയഗ്രാം വരയ്ക്കാം. 3D 5 ഇലക്ട്രോൺസ്, 1 2 3 4 5. ദെൻ ഫോറസിൽ 1 ഇലക്ട്രോൺ. ഇനി നോക്കേണ്ടത് CO എന്ന് പറയുന്നത് സ്ട്രോങ് ലിഗാൻഡ് ആണല്ലോ. ഇത് ഏറ്റവും സ്ട്രോങ് ആയ ലിഗാൻഡും കൂടിയാണ് CO എന്ന് പറയുന്നത്. അപ്പൊ CO ലിഗാൻഡിന് ഫോറസ്റ്റിൽ ഇരിക്കുന്ന ഇലക്ട്രോണിനെയും 3D ഇരിക്കുന്ന ഇലക്ട്രോണിനെയും എന്ത് ചെയ്യാൻ പറ്റും? പെയർ ചെയ്യിപ്പിക്കാനായിട്ട് പറ്റും. കണ്ടോ, സിൻസ് CO carbonyl is a neutral ligand, also is a strong ligand. CO ഒരു സ്ട്രോങ് ലിഗാൻഡ് ആണ്. Therefore electron pairing takes place. ഇലക്ട്രോൺ പെയറിംഗ് നടക്കും.
അപ്പോൾ ഇലക്ട്രോണിന്റെ പെയറിങ് അവിടെ പോസിബിൾ ആയിരിക്കും. ഇലക്ട്രോൺ പെയറിങ് നടന്നു കഴിഞ്ഞാൽ നൗ ക്രോമിയത്തിന്റെ അവസ്ഥ, കോംപ്ലക്സിലെ ക്രോമിയം എന്ന് പറയുന്നത് 3D-യിൽ 1 2 3 ഓൾറെഡി ദർ ആർ 3 ഇലക്ട്രോൺസ് ആദ്യത്തെ 3 പേരിലുണ്ട്. ദെൻ അടുത്ത രണ്ട് ഡി ഓർബിറ്റലിന്റെ ഇലക്ട്രോൺസ് പെയർ ചെയ്തു, 4s ഇലക്ട്രോൺസും പെയർ ചെയ്തു. Then what is going to be the hybridization? These are my 3D orbitals, this is my 4s orbital, and these 3 are my 4p orbitals. രണ്ട് d orbitals, thereafter 1 s orbital, continuous ആയിട്ടുള്ള 3 p orbitals, all these vacant orbital intermixed to form a hybridization. That type of hybridization is called d2sp3 hybridization. d2sp3 എന്ന് പറയുന്ന hybridization ആയിരിക്കും. d2sp3 ആണെങ്കിൽ we can call it as inner orbital complex. നമുക്ക് അവരെ വിളിക്കാൻ പറ്റുന്ന ഒരു പേരാണ്, we are calling it as inner orbital complex. Such type of complexes are called inner orbital complex. ചോദ്യം, using valence bond approach deduce the shape and magnetic character. hybridization ചോദിച്ചിട്ടില്ല, ഷേപ്പും മാഗ്നറ്റിക് ക്യാരക്ടറും. ഷേപ്പ് എന്ന് പറയുന്നത് ഇത് അല്ലാതെ തന്നെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. CrCO6 ആണ്, സിൻസ് കോർഡിനേഷൻ നമ്പർ 6 ആണ്. കോർഡിനേഷൻ നമ്പർ 6 ആണ് എങ്കിൽ ഡെഫിനറ്റ്ലി ഷേപ്പ് വിൽ ബി ഒക്ടാഹെഡ്രൽ. ഷേപ്പ് ഒക്ടാഹെഡ്രൽ, അതിന് ഒരു മാറ്റവും ഇല്ല. കോർഡിനേഷൻ നമ്പർ 6 ആണെങ്കിൽ ഷേപ്പ് വിൽ ബി ഒക്ടാഹെഡ്രൽ. അപ്പോൾ ഒരു പോയിന്റ് ആയി, ഷേപ്പ് ഒക്ടാഹെഡ്രൽ. ഇനി മാഗ്നറ്റിക് ക്യാരക്ടർ, is there any unpaired electrons? There is no unpaired electron, isn't it? No unpaired electron. No unpaired electron. Unpaired electrons ഇല്ലാത്തതിനാൽ therefore magnetic moment 0 ആയിരിക്കും. magnetic moment mu equal to 0. അതുകൊണ്ട് നമുക്ക് അവരെ എന്ത് പേരിട്ട് വിളിക്കാം? ഡയാമാഗ്നറ്റിക് സ്പീഷീസ് എന്ന് പറയാം. സോ ഇറ്റ്സ് എ ഡയാമാഗ്നറ്റിക് സ്പീഷീസ്. ഇറ്റ്സ് എ ഡയാമാഗ്നറ്റിക് സ്പീഷീസ്. ഇപ്പം ഷേപ്പും മാഗ്നറ്റിക് ക്യാരക്ടർ ആണ് ചോദിച്ചിരിക്കുന്നത്. ഇറ്റ്സ് എ ഡയാമാഗ്നറ്റിക് സ്പീഷീസ്. അപ്പൊ ഈ കോംപ്ലക്സ് ഡയാമാഗ്നറ്റിക് ആണ്. അപ്പൊ ഷേപ്പ് ഒക്ടാഹെഡ്രൽ ആണ്, കോംപ്ലക്സ് ഡയാമാഗ്നറ്റിക് ആണ്. അപ്പൊ ബാലൻസ് ബോണ്ട് തിയറിയുമായിട്ട് കണക്ട് ചെയ്ത അടുത്ത ചോദ്യമാണ്. സാധാരണ നീറ്റ് എക്സാമിനേഷനൊക്കെ ഒരു കോളത്തിൽ കോംപ്ലക്സും അടുത്ത കോളത്തിൽ അവരുടെ മാഗ്നറ്റിക് മൊമെന്റും തരാറുണ്ട്. അപ്പൊ അത് മാച്ച് ചെയ്യാനായിട്ട് സ്ഥിരമായി ഈ ഭാഗത്ത് നിന്ന് ബാലൻസ് ബോണ്ട് തിയറിയിൽ നിന്ന് ചോദ്യങ്ങൾ അവിടെ വരാറുണ്ട്. അപ്പൊ നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഹാസ് ട്രൈഗണൽ ബൈപിരമിഡൽ ജോമെട്രി? താഴെ കൊടുത്തിരിക്കുന്ന 4 കോംപ്ലക്സുകളിൽ ഏതിനാണ് ട്രൈഗണൽ ബൈപിരമിഡൽ ജോമെട്രി ഉള്ളത്? ഇത് IUPAC നെയിം തന്നിട്ടുണ്ട്, നമ്മൾ അതിനെ പ്രോപ്പർ മോളിക്കുലർ ഫോർമുലയിലേക്ക് മാറ്റുകയാണ്. പെന്റാ കാർബണൈൽ അയൺ. പെന്റ എന്ന് പറഞ്ഞാൽ 5, പെന്റാ കാർബണൈൽ അയൺ. അയണിന്റെ ഓക്സിഡൻ സ്റ്റേറ്റ് ബ്രാക്കറ്റിൽ 0 എന്ന് വന്നിട്ടുണ്ട്. മെറ്റലിന്റെ ഓക്സിഡൻ സ്റ്റേറ്റ് മെറ്റൽ കാർബണൈൽ 0 ആണ്, FeCO5. ഇനി പൊട്ടാസ്യം ടെട്രാ സയനിഡോ നിക്കലേറ്റ് 2. ഇപ്പൊ പൊട്ടാസ്യം കോർഡിനേഷൻ സ്പിയറിനകത്ത് ടെട്രാ സയനിഡോ, 4 സയനൈഡ് ലിഗാൻഡ്, ടെട്രാ സയനിഡോ നിക്കലേറ്റ് 2. ഇപ്പൊ നിക്കലിന്റെ ചാർജ് 2 ആണ്, +2. 4 സയനൈഡിന്റെ ചാർജ് -4. ഓൾ ടുഗെദർ കോർഡിനേഷൻ സ്പിയറിന്റെ ചാർജ് -2 വരും. അപ്പൊ അതിനെ കൗണ്ടർ ബാലൻസ് ചെയ്യാൻ വേണ്ടി 2 പൊട്ടാസ്യം പുറത്തു വേണം, K2NiCN4. നെക്സ്റ്റ് ടെട്രാ കാർബണൈൽ നിക്കൽ. ടെട്ര 4 എണ്ണം ഉണ്ട്, CO4Ni. നമ്മൾ ചെയ്ത ചോദ്യമാണ് ടെട്രാ കാർബണൈൽ നിക്കൽ. ആൻഡ് ദ ലാസ്റ്റ് വൺ ഇസ് ഹെക്സാ അമീൻ. 5 അമീൻ, ഹെക്സാ അമീൻ കൊബാൾട്ട് 2. അപ്പൊ കൊബാൾട്ടിന്റെ ഓക്സിജൻ സ്റ്റേറ്റ് 2 ആണ് എങ്കിൽ കോർഡിനേഷൻ സ്പിയറിന്റെ ചാർജും 2 ആണ്, +2 ആണ്. സോ അതിനെ ഒന്ന് കൗണ്ടർ ബാലൻസ് ചെയ്യണമെങ്കിൽ എത്ര നൈട്രേറ്റ് വേണം? ഒരു നൈട്രേറ്റിന്റെ ചാർജ് -1 ആണ്. അപ്പൊ അതിനു വേണ്ടി 2 നൈട്രേറ്റ് വേണം, CONH3 6 times, NO3 twice. These are the 4 complexes. ഇനി ചോദ്യം, which of the following has trigonal bipyramidal geometry? ഓരോന്നിന്റെയും കോർഡിനേഷൻ നമ്പർ നോക്കാം. ഹിയർ കോർഡിനേഷൻ നമ്പർ 6, 6 അമോണിയ ലിഗാൻഡ് ഉണ്ട്, അമീൻ ലിഗാൻഡ് ഉണ്ട്. കോർഡിനേഷൻ നമ്പർ 6 ആണ് എങ്കിൽ ജോമെട്രി ഡെഫിനറ്റ്ലി ഒക്ടാഹെഡ്രൽ. ജോമെട്രി ഒക്ടാഹെഡ്രൽ ആണ്. അപ്പൊ ഇതല്ല ആൻസർ. രണ്ടാമത്തത് NiCO4, കോർഡിനേഷൻ നമ്പർ 4 ആണ്. കുറച്ച് മുന്നേ നമ്മൾ ചെയ്തതാണ്, കോർഡിനേഷൻ നമ്പർ 4 ആണ്,
ഇതിലെ ഹൈബ്രിഡൈസേഷൻ sp3 ആണ്. sp3 ആയതുകൊണ്ട് തന്നെ ഇത് ടെട്രാഹെഡ്രൽ ആണ് ഷേപ്പ്, ടെട്രാഹെഡ്രൽ. ഇനി ബി, ഓപ്ഷൻ ബി ആണ് എങ്കിൽ അവിടെ ഇതും മുമ്പേ ചെയ്തതാണ്. NiCl642- ആണ്, ഇത് NiCN4 ആണ്. ഇവിടെയും കോർഡിനേഷൻ നമ്പർ 4 ആണ്, കോർഡിനേഷൻ നമ്പർ 4 ആണ്. ചെയ്തു നോക്കുമ്പോൾ ഇതിന്റെ ഹൈബ്രിഡൈസേഷൻ dsp2 എന്നാണ് കിട്ടേണ്ടത്. dsp2, sp3 അല്ല, dsp2, കാരണം സയനൈഡ് സ്ട്രോങ് ലിഗാൻഡ് ആയതുകൊണ്ട് തന്നെ ഇലക്ട്രോൺസിന്റെ പെയറിംഗ് നടക്കും. dsp2 ആയതുകൊണ്ട് തന്നെ ഷേപ്പ് സ്ക്വയർ പ്ലാനാർ ആയിരിക്കും. ഇറ്റ് വിൽ ബി സ്ക്വയർ പ്ലാനാർ ഇൻ ഷേപ്പ്. ഇനിയുള്ളത് ആദ്യത്തെ ഓപ്ഷനാണ് FeCO5. FeCO5 എന്ന് പറഞ്ഞാൽ കോർഡിനേഷൻ നമ്പർ 5 ആണ്. കോർഡിനേഷൻ നമ്പർ 5 ആണ് എങ്കിൽ ഷേപ്പ് ട്രൈഗോണൽ ബൈപിരമിഡ്. ഷേപ്പ് വിൽ ബി ട്രൈഗോണൽ ബൈപിരമിഡൽ. ഈ ഒരു സ്ട്രക്ചർ NCERT ടെക്സ്റ്റ് ബുക്കിൽ മെറ്റൽ കാർബണൈൽസിന്റെ കൂട്ടത്തിൽ മെറ്റൽ കാർബണൈൽസിന്റെ NiCO4 ടൈംസും FeCO5ഉം CO6 അങ്ങനെ കുറച്ച് കോംപ്ലക്സുകൾ അവിടെ കൊടുത്തിട്ടുണ്ട്. CrCO6ഉം CO2 CO8ഉം അങ്ങനെ കുറച്ച് കോംപ്ലക്സുകളുടെ സ്ട്രക്ചർ മെറ്റൽ കാർബണൈൽസിന്റെ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. അതിന്റെ കൂട്ടത്തിൽ ഇതിന്റെ സ്ട്രക്ചറും അവിടെ ഉണ്ട്. ആൻസർ, വിച്ച് എമംഗ് ദി ഫോളോയിങ് ഹാസ് ട്രൈഗോണൽ ബൈപിരമിഡൽ ജോമെട്രി? താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതിനാണ് ട്രൈഗോണൽ ബൈപിരമിഡൽ ജോമെട്രി ഉള്ളത്? അപ്പൊ ഒന്നാമത്തത് ട്രൈഗോണൽ ബൈപിരമിഡൽ ജോമെട്രി ആണ്. ബാക്കിയുള്ളവരുടെ എല്ലാം കോർഡിനേഷൻ നമ്പർ പരിശോധിക്കുക. അപ്പൊ രണ്ടാമത്തതിന്റെ കോർഡിനേഷൻ നമ്പർ 4 ആയതുകൊണ്ട് dsp2 ഹൈബ്രിഡൈസേഷൻ ആയതിനാൽ സ്ക്വയർ പ്ലാനാർ ആണ് ഷേപ്പ്. മൂന്നാമത്തതിന്റെ കോർഡിനേഷൻ നമ്പർ 4 ആണ്. 4 ആണെങ്കിൽ ധൃതി പിടിച്ച് ഷേപ്പിലേക്ക് പോകരുത്, ഹൈബ്രിഡൈസേഷൻ കൂടെ നോക്കിയിട്ടേ ഷേപ്പ് പറയാവുള്ളൂ. ഹൈബ്രിഡൈസേഷൻ sp3 ആയതിനാൽ അതിന്റെ ഷേപ്പ് ടെട്രാഹെഡ്രൽ ആണ്. അപ്പൊ കോർഡിനേഷൻ നമ്പർ 6 ആണെങ്കിൽ നമുക്ക് കണ്ണു അടച്ചെഴുതാം, ഷേപ്പ് ഒക്ടാഹെഡ്രൽ ആയിരിക്കും. പക്ഷേ കോർഡിനേഷൻ നമ്പർ 4 ആണ് എങ്കിൽ, അപ്പൊ നിങ്ങൾ ഓർത്തേക്കണം, നിങ്ങൾ എന്തോ പരീക്ഷണത്തിന് വേണ്ടി വെച്ചിരിക്കുകയാണ്. അപ്പൊ കോർഡിനേഷൻ നമ്പർ 4 ആണ് എങ്കിൽ ഹൈബ്രിഡൈസേഷൻ നോക്കണം. സെൻട്രൽ മെറ്റൽ ആറ്റത്തിന്റെ ഹൈബ്രിഡൈസേഷൻ sp3 ആണോ dsp2 ആണോ നോക്കണം. sp3 ആണെങ്കിൽ ടെട്രാഹെഡ്രൽ ആയിരിക്കും അതിന്റെ ഷേപ്പ്. dsp2 ആണെങ്കിൽ സ്ക്വയർ പ്ലാനാർ ആയിരിക്കും അതിന്റെ ജോമെട്രി അല്ലെങ്കിൽ ഷേപ്പ് എന്ന് പറയുന്നത്. ഇനി നാലാമത്തെ ഓപ്ഷനകത്താണെങ്കിൽ കോർഡിനേഷൻ നമ്പർ 6 ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒറ്റയടിക്ക് പറയാൻ പറ്റും ഷേപ്പ് ഒക്ടാഹെഡ്രൽ ആയിരിക്കും. അപ്പൊ വളരെ എളുപ്പമുള്ള ഒരു ചോദ്യമാണ്. വിച്ച് എമംഗ് ദി ഫോളോയിങ് ഹാസ് ട്രൈഗോണൽ ബൈപിരമിഡൽ ജോമെട്രി? ഓപ്ഷൻ എ ആയിരുന്നു കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്തത്, വിച്ച് ഓഫ് ദി ഫോളോയിങ് കോംപ്ലക്സ് സ്പീഷീസ് ഇൻവോൾവ്സ് sp3d2 ഹൈബ്രിഡൈസേഷൻ? അപ്പൊ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതിനകത്താണ് sp3d2 ഹൈബ്രിഡൈസേഷൻ ഉള്ളത്? അപ്പൊ 4 കോംപ്ലക്സുകൾ തന്നിട്ടുണ്ട്. 4 കോംപ്ലക്സിൽ ഏതിന്റെ ഹൈബ്രിഡൈസേഷൻ ആണ് sp3d2 വരേണ്ടത്? നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഒന്നാമത്തെ കോംപ്ലക്സ് CrNH3 6 times 3+. ഇതിലെ ക്രോമിയത്തിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് 3+ ആണ്. ഇപ്പൊ ക്രോമിയം 3+ ആകുമ്പോൾ നോർമൽ കേസിലെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 3d5 4s1 ആയിരുന്നു. +3 സ്റ്റേറ്റ് വരുമ്പോൾ 4s നിന്ന് ഒരു ഇലക്ട്രോണും 3dയിൽ നിന്ന് 2 ഇലക്ട്രോൺസും പോയി. നൗ ദ കോൺഫിഗറേഷൻ ബിക്കം 3d3. അതായത് 3d ഓർബിറ്റലിൽ 3 ഇലക്ട്രോൺസ് ഉണ്ട്. 1 2 3. 4s ഓർബിറ്റൽ വേക്കന്റ് ആണ്. അതിനുശേഷമുള്ള 3 p ഓർബിറ്റലും വേക്കന്റ് ആണ്. സോ ഓൾറെഡി അവിടെ 2 d ഓർബിറ്റൽ അകത്ത് വേക്കന്റ് ആയിട്ട് തന്നെ ഉണ്ട്. അപ്പൊ ഡെഫിനറ്റ്ലി ഹൈബ്രിഡൈസേഷൻ എന്നതായിരിക്കും d2 sp3 ആയിരിക്കും. അപ്പൊ അവിടെ അമോണിയയുടെ സ്ട്രോങ് ആണോ വീക്ക് ആണോ എന്ന് പോലും നോക്കേണ്ട ആവശ്യമില്ല. ബിക്കോസ് സ്ട്രോങ് എന്നോ വീക്ക് എന്നോ ഉള്ള കൺസെപ്റ്റ് ഉപയോഗിക്കുന്നത് d2 sp3 ഹൈബ്രിഡൈസേഷൻ ആണ് നമ്മുടെ പ്രിഫറൻസ് എങ്കിൽ അത് കിട്ടാൻ വേണ്ടി അകത്തെ 2 d ഓർബിറ്റൽ വേക്കന്റ് ആണോ? അപ്പൊ അകത്തെ 2 d ഓർബിറ്റൽ വേക്കന്റ് അല്ല എങ്കിൽ അത് വേക്കന്റ് ആക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇലക്ട്രോണിനെ പെയർ ചെയ്യിപ്പിക്കുന്നത്. അല്ലാതെ എല്ലായിടത്തും ഇലക്ട്രോണിനെ പെയർ ചെയ്യിപ്പിക്കേണ്ട. സ്ട്രോങ് ലിഗാൻഡ് ആണെന്ന് കരുതി പോകുന്ന പോക്കിൽ എല്ലാ കോംപ്ലക്സുകളിലും മെറ്റലിന്റെ ഡി ഓർബിറ്റലിനെ പെയർ ചെയ്യിപ്പിക്കേണ്ട ആവശ്യമില്ല. ഓൾറെഡി 2 വേക്കന്റ് ഡി ഓർബിറ്റൽസ് ഉണ്ട് എങ്കിൽ പിന്നെ എത്ര വലിയ സ്ട്രോങ് ലിഗാൻഡ് ആണെങ്കിലും, വെദർ ഇറ്റ് സയനൈഡ് ആണെങ്കിലോ CO ആണെങ്കിലോ, ഇലക്ട്രോണിന്റെ പെയറിംഗ് അവിടെ നടക്കില്ല. അപ്പം ഓൾറെഡി 3 ഇലക്ട്രോൺസ് ഉണ്ട്, ഹാഫ് ഫിൽഡ് ആണ്. 2 ഡി ഓർബിറ്റൽ ഓൾറെഡി വേക്കന്റ് ആണ്. സോ അമോണിയയുടെ സ്ഥാനത്ത് ഇപ്പോൾ സയനൈഡ് ആണെങ്കിൽ കൂടി നിങ്ങൾ അവിടെ ഇലക്ട്രോണിനെ പെയർ ചെയ്യിപ്പിക്കാൻ പാടില്ല. ബിക്കോസ് അൺവാണ്ടഡ് ആയിട്ട് ഓർബിറ്റൽസ് വേക്കന്റ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ അത് കോംപ്ലക്സിന്റെ സ്റ്റെബിലിറ്റിയെ അഫക്ട് ചെയ്യും. സോ ഹൈബ്രിഡൈസേഷൻ ഈസ് d2 sp3. സോ ഓപ്ഷൻ എ അല്ല ആൻസർ. നമ്മുടെ ചോദ്യം sp3d2 ഹൈബ്രിഡൈസേഷൻ കിട്ടുന്നത് ആർക്കെന്നാണ് ചോദ്യം. d2 sp3 അല്ല. ഇനി രണ്ടാമത്തെ ഓപ്ഷൻ, സെക്കൻഡ് ഓപ്ഷൻ ഇസ്
This is my A option. FeCN6 3 minus. Iron ഇവിടെ +3 സ്റ്റേറ്റിലാണ്. Because x minus 6 will be -3. X will be എത്ര വരും? +3 വരും. അയൺ +3 സ്റ്റേറ്റിലാണ്. അപ്പോൾ +3 സ്റ്റേറ്റിലാകുമ്പോൾ അയണിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 3d6 4s2 എന്നാണ്. അപ്പോൾ 3d6 4s2 +3 സ്റ്റേറ്റ് ആകുമ്പോൾ 4s നിന്ന് 2 ഇലക്ട്രോൺസ് പോയി, 3dയിൽ നിന്ന് 1 ഇലക്ട്രോൺസ് പോയി. Now the electronic configuration become 3d5. അപ്പോൾ ഡിയിൽ 5 ഇലക്ട്രോൺസ് ഉണ്ട്. 1 2 3 4 5. This is my 4s electron and these are my 4p orbitals. ഇനി നോക്കേണ്ടത് അകത്ത് 2 d ഓർബിറ്റൽ വേക്കന്റ് ആക്കിയാൽ മാത്രമേ D2sp3 ഹൈബ്രിഡൈസേഷൻ കിട്ടുള്ളൂ. അപ്പോൾ ഫസ്റ്റ് പ്രിഫറൻസ് കോർഡിനേഷൻ നമ്പർ 6 ആണെങ്കിൽ നമ്മുടെ എപ്പോഴും ഫസ്റ്റ് പ്രിഫറൻസ് എങ്ങനെയെങ്കിലും D2sp3 കിട്ടുമെന്ന് നോക്കണം. അപ്പോൾ അതിനുവേണ്ടി അകത്തെ 2 d ഓർബിറ്റൽ വേക്കന്റ് ആക്കി കിട്ടാൻ വല്ല മാർഗമുണ്ടോ? അപ്പോൾ അതിനുവേണ്ടി അകത്തെ 2 d ഓർബിറ്റൽ വേക്കന്റ് ആക്കണം. സോ ഇൻ ദാറ്റ് പർപ്പസ് സയനൈഡിന്റെ സ്ട്രെങ്ത് ഉപയോഗിക്കാം. അപ്പോൾ സയനൈഡ് സ്ട്രോങ് ലിഗാൻഡ് ആയതുകൊണ്ട് തന്നെ ഈ 2 ഇലക്ട്രോൺസും ഇങ്ങോട്ട് കയറി പെയർ ചെയ്യിപ്പിക്കും. ഇലക്ട്രോൺസ് പെയർ ചെയ്ത് കഴിഞ്ഞു. 2 2 1. നൗ 2 d ഓർബിറ്റൽ വേക്കന്റ് ആയി, ഒരു s ഓർബിറ്റൽ വേക്കന്റ് ആയി, 3 p ഓർബിറ്റൽ വേക്കന്റ് ആയി. ഹൈബ്രിഡൈസേഷൻ വിൽ ബി D2sp3. ഇതും D2sp3 ഹൈബ്രിഡൈസേഷൻ ഉള്ള ഒരു കോംപ്ലക്സ് ആണ്. അപ്പോൾ അതുമല്ല ആൻസർ. ഇനി മൂന്നാമത്തെ ചോദ്യം, ഓപ്ഷൻ സി, CO NH3 6 times 3+. ഇപ്പൊ കൊബാൾട്ട് എന്ന് പറയുന്ന കോംപ്ലക്സ് ഇവിടെ +3 സ്റ്റേറ്റിലാണ്. കൊബാൾട്ടിന്റെ ഗ്രൗണ്ട് സ്റ്റേറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 27 ആണ് അറ്റോമിക് നമ്പർ, 3d7 4s2. +3 വരുമ്പോഴേക്കും 4s നിന്ന് 2 ഇലക്ട്രോൺസും 3d7 നിന്ന് 1 ഇലക്ട്രോൺസും പോയി. നൗ ദി ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ബിക്കം 3d6 ആയിട്ട് മാറും. അപ്പൊ 3dയിൽ 6 ഇലക്ട്രോൺസ്, 1 2 3 4 5 6. There are 6 electrons. 4s is vacant, 4p is also vacant. ഇനി ശ്രദ്ധിക്കേണ്ടത് കൊബാൾട്ട് 3+ എന്ന് പറയുന്ന മെറ്റലിനോടൊപ്പം അമോണിയ വന്നാൽ സ്ട്രോങ് ലിഗാൻഡ് ആയിട്ടാണ് കൂട്ടേണ്ടത്. ഹിയർ NH3 is a strong ligand. യൂഷ്വലി NH3 ഒരു വീക്ക് ലിഗാൻഡ് ആയിട്ടാണ് നമ്മൾ കൂട്ടാറ്. കൊബാൾട്ട് 3+നോടൊപ്പം അമോണിയ വന്നാൽ സ്ട്രോങ് ലിഗാൻഡ് ആയിട്ട് കൂട്ടാം. ഹിയർ NH3 is a strong ligand. NH3 ഒരു സ്ട്രോങ് ലിഗാൻഡ് ആണ്. അപ്പോൾ ഇലക്ട്രോണിന്റെ പെയറിംഗ് നടക്കും. ഈ ഇലക്ട്രോൺസും ഇങ്ങോട്ട് പെയർ ചെയ്തു. പെയർ ചെയ്ത് കഴിഞ്ഞാൽ അതിനുശേഷമുള്ള അവസ്ഥ 2 2 2. 2d ഓർബിറ്റൽസ് വേക്കന്റ് ആണ്. s ഓർബിറ്റൽ, thereafter 3p ഓർബിറ്റൽ. ഹിയർ ഓൾസോ ഹൈബ്രിഡൈസേഷൻ D2sp3 ആണ്. ഇതിന്റെയും ഹൈബ്രിഡൈസേഷൻ D2sp3 ആണ്. ദിസ് ഇസ് നോട്ട് ദി കറക്റ്റ് ആൻസർ. അപ്പോൾ ഒബ്വിയസ്ലി ആദ്യത്തെ 3 എണ്ണത്തിന്റെയും ഹൈബ്രിഡൈസേഷൻ D2sp3 ആണെങ്കിൽ ആൻസർ തരേണ്ടത് ഓപ്ഷൻ 4 തന്നെയായിരിക്കും. 4 ആണ് അതിന്റെ ആൻസറും. CO F6 3-. ഇവിടെ കൊബാൾട്ടിന്റെ ചാർജ് +3 ആണ്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 3d6 വരും. 3dയിൽ 6 ഇലക്ട്രോൺസ്, 1 2 3 4 5 6. 4s is vacant, 4p is vacant, thereafter 4d is also vacant. F- is a weak ligand. F- weak ligand ആണ്. പെയറിംഗ് നടക്കില്ല. ഇലക്ട്രോൺ പെയറിംഗ് നോട്ട് ടേക്സ് പ്ലേസ്. ഇലക്ട്രോൺ പെയറിംഗ് ഡസ് നോട്ട് ടേക്സ് പ്ലേസ്. ഇലക്ട്രോൺ പെയറിംഗ് അവിടെ നടക്കില്ല. അപ്പൊ പെയറിംഗ് നടക്കുന്നില്ല എങ്കിൽ D2sp3 hybridization is not possible. Then what will be the hybridization? sp3d2. sp3d2 ആയിരിക്കും അതിന്റെ ഹൈബ്രിഡൈസേഷൻ. S 3p 2d, sp3d2. So this is the correct answer. Option D will be the correct answer. Which one of the following complex species involve sp3d2 hybridization? So the answer will be option D ആണ്. ഓപ്ഷൻ എയും ഓപ്ഷൻ ബിയും ഓപ്ഷൻ സിയും ഈ 3 പേരിലും പെയറിംഗ് നടക്കുന്നതിനാൽ, ആദ്യത്തിനകത്ത് പെയറിംഗ് നടക്കുന്നില്ല, ബാക്കി 2 പേർക്കും ഇലക്ട്രോൺ പെയറിംഗ് ഉള്ളതിനാൽ ഹൈബ്രിഡൈസേഷൻ D2sp3 ആണ്. ദേ ആർ ഇന്നർ ഓർബിറ്റൽ കോംപ്ലക്സ്. ലാസ്റ്റ് വൺ ഇസ് ഔട്ടർ ഓർബിറ്റൽ കോംപ്ലക്സ്. ഔട്ടർ ഓർബിറ്റൽ ആയിട്ടുള്ള ഒരു കോംപ്ലക്സ് ആണ്. അടുത്ത ചോദ്യം. അപ്പൊ ഇത്രയും ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തത്
വാലൻസ് ബോണ്ട് തിയറിയുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് വെർണറിന്റെ തിയറി ആയിരുന്നു. ബോണ്ടിങ്ങുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ആദ്യത്തെ തിയറിയാണ് വെർണറിന്റെ തിയറി. രണ്ടാമത്തെ ഭാഗമാണ് വാലൻസ് ബോണ്ട് തിയറി. ഇത്രയും ക്വസ്റ്റ്യനുകളും വാലൻസ് ബോണ്ട് തിയറിയുമായിട്ടാണ്. അതിനകത്ത് പ്രധാനപ്പെട്ട ചോദിക്കാൻ സാധ്യതയുള്ള ഏരിയ അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസുകൾ തന്നെയാണ് ഡിസ്കസ് ചെയ്തത്. അതിൽ തന്നെ മാഗ്നറ്റിക് മൊമെന്റ് കണ്ടുപിടിക്കുക, ഷേപ്പ് കണ്ടുപിടിക്കുക, ഹൈബ്രിഡൈസേഷൻ, ഇനി മാഗ്നറ്റിക് മൊമെന്റ് പാരാമാഗ്നറ്റിക് ആണോ ഡയാമാഗ്നറ്റിക് ആണോ, ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ് ഈ ഭാഗത്ത് നിന്ന് വരുന്നത്. ഇന്നർ ഓർബിറ്റിലാണോ ഔട്ടർ ഓർബിറ്റിലാണോ, കോർഡിനേഷൻ നമ്പർ അനുസരിച്ച് ഷേപ്പ് കണ്ടുപിടിക്കുക. ഈ രീതിയിലുള്ള ചോദ്യങ്ങളാണ് വാലൻസ് ബോണ്ട് തിയറിക്കകത്തുനിന്ന് കാലങ്ങളായി ചോദിക്കാറുള്ളത്. അടുത്ത തിയറിയാണ് ക്രിസ്റ്റൽ ഫീൽഡ് തിയറി. വാലൻസ് ബോണ്ട് തിയറിയുടെ കുറച്ച് ഡ്രോബാക്കുകളെല്ലാം പരിഹരിച്ചുകൊണ്ട് വാലൻസ് ബോണ്ട് തിയറിക്ക് കോംപ്ലക്സുകളുടെ കളറിനെ ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിച്ചിട്ടില്ല. അപ്പം മെജോറിറ്റി കോർഡിനേഷൻ കോമ്പൗണ്ടുകൾക്കും കളറുകളുണ്ട്. ഈ കളറുകളൊക്കെ എങ്ങനെയാണ് വന്നത്, അല്ലെങ്കിൽ വൈ സഡൻ കോംപ്ലക്സസ് ആർ കളേർഡ്, ആ കോംപ്ലക്സുകളുടെ കളറിനെ പ്രോപ്പർ രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ, ഈവൻ പ്രോപ്പർ രീതിയിൽ എക്സ്പ്ലനേഷൻ കൊടുക്കാൻ വാലൻസ് ബോണ്ട് തിയറിക്ക് സാധിച്ചിട്ടില്ല. അപ്പൊ ആ ഡ്രോബാക്കുകളെല്ലാം പരിഹരിച്ചു, ഒരു പരിധി വരെ പരിഹരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ രണ്ടാമത്തെ തിയറിയാണ് ഇലക്ട്രോസ്റ്റാറ്റിക് ക്രിസ്റ്റൽ ഫീൽഡ് തിയറി. തിയറിയുടെ ഫുൾ നെയിം ഇലക്ട്രോസ്റ്റാറ്റിക് ക്രിസ്റ്റൽ ഫീൽഡ് തിയറി എന്നാണ്. ബിക്കോസ് ആ തിയറി പറയുന്നത് ലിഗാൻഡ് ഈസ് കൺസിഡർഡ് ആസ് എ പോയിന്റ് ചാർജ് ആൻഡ് ഇന്ററാക്ഷൻ ബിറ്റ്വീൻ മെറ്റൽ ആൻഡ് ലിഗാൻഡ് ഈസ് പെർഫെക്റ്റ്ലി ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്നാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ തിയറിക്ക് ഇലക്ട്രോസ്റ്റാറ്റിക് ക്രിസ്റ്റൽ ഫീൽഡ് തിയറി നമ്മൾ പറയാറുണ്ട്. അപ്പൊ കോർഡിനേഷൻ കോമ്പൗണ്ടുകളുടെ കളറിനെ ബേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ കളറിനെ എക്സ്പ്ലനേഷൻ കൊടുക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന തിയറിയാണ് ഇലക്ട്രോസ്റ്റാറ്റിക് ക്രിസ്റ്റൽ ഫീൽഡ് തിയറി. അപ്പൊ അതിൽ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് സ്പെക്ട്രോ കെമിക്കൽ സീരീസ് എന്ന് പറയുന്നത്. ലിഗാൻഡുകളെ അവരുടെ റിലേറ്റീവ് സ്ട്രെങ്ത് അല്ലെങ്കിൽ ഫീൽഡ് സ്ട്രെങ്തിന്റെ ഇൻക്രീസിംഗ് ഓർഡറിൽ അറേഞ്ച് ചെയ്തിട്ടുള്ള ഒരു സീരീസിനെയാണ് നമ്മൾ സ്പെക്ട്രോ കെമിക്കൽ സീരീസ്, നമുക്ക് അങ്ങനെ പറയാം. അല്ല എങ്കിൽ ലിഗാൻഡുകളെ അവർ അബ്സോർബ് ചെയ്യുന്ന ഫ്രീക്വൻസിയുടെ ഇൻക്രീസിംഗ് ഓർഡറിൽ അറേഞ്ച് ചെയ്തിട്ടുള്ള സീരീസ് ആണ്. അല്ലെങ്കിൽ ക്രിസ്റ്റൽ ഫീൽഡ് സ്റ്റെബിലൈസേഷൻ എനർജിയുടെ ഇൻക്രീസിംഗ് ഓർഡറിൽ അറേഞ്ച് ചെയ്തിട്ടുള്ള സീരീസ് ആണ് സ്പെക്ട്രോ കെമിക്കൽ സീരീസ് എന്ന് പറയുന്നത്. അപ്പൊ ആദ്യത്തെ ചോദ്യം ഇതാണ്, വാട്ട് ഇസ് ദ ബേസിസ് ഓഫ് ദ ഫോർമേഷൻ ഓഫ് സ്പെക്ട്രോ കെമിക്കൽ സീരീസ്? അപ്പൊ സ്പെക്ട്രോ കെമിക്കൽ സീരീസ് ഉണ്ടാക്കിയതിന്റെ അടിസ്ഥാനം എന്താണ്, എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? സ്പെക്ട്രോ കെമിക്കൽ സീരീസ് അറിയാം, ക്രിസ്റ്റൽ ഫീൽഡ് തിയറി എടുത്തു കഴിഞ്ഞാൽ അതിന്റെ രണ്ടാമത്തെ പേജിൽ സ്പെക്ട്രോ കെമിക്കൽ സീരീസ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇലക്ട്രോ കെമിസ്ട്രി പഠിക്കുന്ന സമയത്ത് ഇലക്ട്രോ റിഡക്ഷൻ സീരീസ് ഉണ്ടല്ലോ, ഇലക്ട്രോ കെമിക്കൽ സീരീസ് റിഡക്ഷൻ പൊട്ടൻഷ്യലിന്റെ ഇൻക്രീസിംഗ് ഓർഡറിൽ അറേഞ്ച് ചെയ്തിട്ടുള്ള സീരീസ്. ഇത് സെയിം പ്രോസസ്സിൽ മെറ്റൽ ലിഗാൻഡുകളെ അവരുടെ റിലേറ്റീവ് ഫീൽഡ് സ്ട്രെങ്തിന്റെ ഇൻക്രീസിംഗ് ഓർഡറിൽ അറേഞ്ച് ചെയ്തിട്ടുള്ള ഒരു സീരീസ് ഉണ്ട്. ദാറ്റ് സീരീസ് ഈസ് കോൾഡ് സ്പെക്ട്രോ കെമിക്കൽ സീരീസ്. അപ്പൊ എന്തിന്റെ ബേസിസിലാണ് ഇവരെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്? ligands are arranged in the increasing order of their field strength. ഫീൽഡ് സ്ട്രെങ്തിന്റെ ഇൻക്രീസിംഗ് ഓർഡറിൽ അറേഞ്ച് ചെയ്തിരിക്കുന്ന സീരീസ് ആണ്. ഇപ്പൊ ഫീൽഡ് സ്ട്രെങ്തിന് പകരം നമുക്ക് എഴുതാൻ പറ്റുന്ന ഒരു വാക്കാണ് അബ്സോർഷൻ ഫ്രീക്വൻസി എന്ന് പറയാം. അബ്സോർഷൻ ഫ്രീക്വൻസി, അബ്സോർഷൻ ഫ്രീക്വൻസിയുടെ ഇൻക്രീസിംഗ് ഓർഡറിൽ പറയാം. ഓർ യു ക്യാൻ സേ ക്രിസ്റ്റൽ ഫീൽഡ് സ്റ്റെബിലൈസേഷൻ എനർജിയുടെ ഓർഡർ എന്ന് പറയാം. ക്രിസ്റ്റൽ ഫീൽഡ് സ്റ്റെബിലൈസേഷൻ എനർജി, നമ്മൾ അതിനെ CFSE എന്ന് വിളിക്കും. ഒക്ടാഹൈഡിലാണെങ്കിൽ ഡെൽറ്റ ഒ എന്ന് പറയാം, ടെട്രാഹൈഡിലാണെങ്കിൽ ഡെൽറ്റ ടി എന്ന് വിളിക്കാം. അപ്പൊ എന്തിന്റെ ബേസിസിലാണ് സ്പെക്ട്രോ കെമിക്കൽ സീരീസ് ഉണ്ടാക്കിയിരിക്കുന്നത്? അപ്പൊ സ്പെക്ട്രോ കെമിക്കൽ സീരീസ് എന്ന് പറയുന്ന സീരീസ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ലിഗാൻഡുകളെ അവരുടെ ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് ഫീൽഡ് സ്ട്രെങ്ത്, ശക്തി കൂടുതൽ എന്നുള്ള ക്രമത്തിലാണ്. ഏറ്റവും കുറഞ്ഞ അടുത്തുനിന്ന് ഏറ്റവും കൂടുതലേക്ക് അവരുടെ പവറിനെ ബേസ് ചെയ്തിട്ട്, ഫീൽഡിന്റെ സ്ട്രെങ്തിനെ ബേസ് ചെയ്തിട്ട്, ഓർ യു ക്യാൻ സേ ഫീൽഡ് സ്ട്രെങ്ത് അല്ലെങ്കിൽ അബ്സോർഷൻ ഫ്രീക്വൻസിയുടെ ഓർഡറിൽ, ഓർ യു ക്യാൻ സേ ക്രിസ്റ്റൽ ഫീൽഡ് സ്റ്റെബിലൈസേഷൻ എനർജിയുടെ ഓർഡറിൽ അറേഞ്ച് ചെയ്തിരിക്കുന്ന സീരീസിനെയാണ് സ്പെക്ട്രോ കെമിക്കൽ സീരീസ് എന്ന് പറയുന്നത്. ഫ്രീക്വൻസിക്ക് ഇൻക്രീസിംഗ് ഓർഡർ ആണെങ്കിൽ ഡെഫിനറ്റ്ലി വേവ് ലെങ്ത് ഓഫ് അബ്സോർഷന് ഡിക്രീസിംഗ് ഓർഡർ ആയിരിക്കും. അത് അണ്ടർസ്റ്റുഡ് ആണ്. അടുത്ത ചോദ്യം, ഇത് വേവ് ലെങ്തുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള എളുപ്പമുള്ള ഒരു ചോദ്യമാണ്. വാട്ട് വിൽ ബി ദ കറക്റ്റ് ഓർഡർ ഓഫ് ദി വേവ് ലെങ്ത് ഓഫ് അബ്സോർഷൻ ഇൻ ദി വിസിബിൾ റീജിയൻ ഫോർ ദി ഫോളോയിങ്? ഇപ്പൊ 3 കോംപ്ലക്സ് കൊടുത്തിട്ടുണ്ട്. NiNO2 6 times 4-, NiNH3 6 times 2+, and NiH2O 6 times 2+. You are provided with 3 nickel complexes. All these are having coordination number 6. എല്ലാവരുടെയും കോർഡിനേഷൻ നമ്പർ 6 ആണ്. കോർഡിനേഷൻ നമ്പർ 6 ആണെങ്കിൽ, സിൻസ് ദി കോർഡിനേഷൻ നമ്പർ 6
മോളിക്യൂൾ വിൽ ബി ഒക്ടാഹൈഡ്രൽ ആയിരിക്കും. ഒക്ടാഹൈഡ്രൽ ജോമെട്രി ആണ് എല്ലാവരും, ഈ 3 പേരും. അപ്പൊ അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വേവ് ലെങ്ത് ഓഫ് അബ്സോർപ്ഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. അറിയാം, സ്ട്രെങ്ത് ഓഫ് ലിഗാൻഡ്, ഈ ഒരു പോയിന്റ് മസ്റ്റ് ആയിട്ട് ഓർത്ത് വെച്ചേക്കുക. സ്ട്രെങ്ത് ഓഫ് ലിഗാൻഡ് വിച്ച് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ക്രിസ്റ്റൽ ഫീൽഡ് സ്റ്റെബിലൈസേഷൻ എനർജി. ഇപ്പൊ ലിഗാൻഡിന്റെ ശക്തി എന്ന് പറയുന്നത് ക്രിസ്റ്റൽ ഫീൽഡ് സ്റ്റെബിലൈസേഷൻ എനർജിക്ക് പ്രൊപ്പോർഷണലാണ്. നമുക്കറിയാം എനർജി ഈസ് ഈക്വൽ ടു എച്ച് ന്യൂ ആണ്. ന്യൂ എച്ച് പ്ലാങ്ക്സ് ലോ അനുസരിച്ച്. അപ്പോൾ എനർജിയും ഫ്രീക്വൻസിയും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു frequency of radiation absorbed. Frequency of radiation absorbed. Since E is equal to hc by lambda എന്നാണ്, എനർജി വേവ് ലെങ്തും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. In other ways you can write it like this: 1 by wavelength of radiation absorbed. Wavelength of radiation absorbed. അതായത് ലിഗാൻഡിന്റെ സ്ട്രെങ്ത് ക്രിസ്റ്റൽ ഫീൽഡ് സ്റ്റെബിലൈസേഷൻ എനർജിക്ക് പ്രൊപ്പോർഷണൽ ആണ്, which is in turn proportional to the frequency of radiation absorbed, which is directly proportional to the wavelength of radiation absorbed. And this question correct order of wavelength ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ വേവ് ലെങ്തും ലിഗാൻഡിന്റെ സ്ട്രെങ്തും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പൊ ഈ 4 കോംപ്ലക്സ്, ഈ തന്നിരിക്കുന്ന 3 കോംപ്ലക്സുകൾ എടുത്തു കഴിഞ്ഞാൽ എല്ലായിടത്തും നിക്കലാണ് സെൻട്രൽ മെറ്റൽ ആറ്റം. ഇനി നോക്കേണ്ടത് NO2 minus, which is nitrito ligand. Nitrito ligandum NH3 അമ്മീൻ ലിഗാൻഡും അക്വ H2O എന്ന് പറഞ്ഞാൽ അക്വ ലിഗാൻഡും എടുത്തു കഴിഞ്ഞാൽ ഈ 3 പേരിലും ഏറ്റവും സ്ട്രോങ് നൈട്രിറ്റോയാണ്. ദെയർ ആഫ്റ്റർ അമ്മീന്, അത് കഴിഞ്ഞാണ് വാട്ടർ വരേണ്ടത്. അപ്പൊ ലിഗാൻഡിന്റെ സ്ട്രെങ്ത് വേവ് ലെങ്തിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ് എങ്കിൽ ഏറ്റവും കൂടുതൽ സ്ട്രെങ്ത് ഉള്ള ലിഗാൻഡായ നൈട്രിറ്റോ ലിഗാൻഡ് ഉള്ള കോംപ്ലക്സിന് വേവ് ലെങ്ത് ഓഫ് അബ്സോർപ്ഷൻ കുറവായിരിക്കും. സോ ഏറ്റവും കുറവ്, ചോദ്യം കറക്റ്റ് ഓർഡറിനാ, ഇൻക്രീസ് എന്നോ ഡിക്രീസ് എന്നോ പറഞ്ഞില്ല, കറക്റ്റ് ഓർഡറിലേക്ക് ആക്കിയാൽ മതി. അപ്പം NO2 അടങ്ങിയിട്ടുള്ള NO2 6 times Ni, ഈ പെർട്ടിക്കുലർ കോംപ്ലക്സിനായിരിക്കും ഏറ്റവും കുറഞ്ഞ വേവ് ലെങ്ത് ഉള്ളത്, അബ്സോർപ്ഷൻ ഉള്ളത്. ദെയർ ആഫ്റ്റർ Ni NH3 6 times 2+, ഏറ്റവും കൂടുതൽ Ni H2O 6 times 2+നായിരിക്കും. അതായത് ലിഗാൻഡിന്റെ സ്ട്രെങ്തിന്റെ ഓർഡറിലല്ല. ചോദ്യം ഫ്രീക്വൻസിയോ ക്രിസ്റ്റൽ ഫീൽഡ് സ്റ്റെബിലൈസേഷൻ എനർജിയോ ആയിരുന്നുവെങ്കിൽ ലിഗാൻഡിന്റെ സ്ട്രെങ്തിന്റെ ഓർഡർ തന്നെയാണ് ഫ്രീക്വൻസിയുടെ ഓർഡറും CFSയുടെ ഓർഡറും. എന്നാൽ ലിഗാൻഡിന്റെ സ്ട്രെങ്തിന്റെ ഓർഡറിന്റെ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ് വേവ് ലെങ്തിന്റെ ഓർഡർ. ചോദ്യം വേവ് ലെങ്ത് ആണ്. വേവ് ലെങ്ത് ആയതിനാൽ നിങ്ങൾക്ക് തന്നിരിക്കുന്ന കോംപ്ലക്സിലെ ലിഗാൻഡിന്റെ സ്ട്രെങ്ത്, അപ്പൊ അതിനാണ് സ്പെക്ട്രോ കെമിക്കൽ സീരീസ്, ആ സീരീസ് കറക്റ്റ് ആയിട്ട് പഠിക്കണം എന്ന് പറയുന്നത്. അപ്പൊ ആ സീരീസ് നോക്കുക, ആ സീരീസിൽ ഏറ്റവും കൂടുതൽ സ്ട്രെങ്ത് ഉള്ള ലിഗാൻഡ് ആരോ അവർക്ക് ലീസ്റ്റ് വേവ് ലെങ്ത് ആയിരിക്കും. അതിൽ തന്നിരിക്കുന്നതിൽ ഏറ്റവും കുറവ് സ്ട്രെങ്ത് ഉള്ള ലിഗാൻഡ് ആരോ അവർക്കായിരിക്കും മോസ്റ്റ് വേവ് ലെങ്ത് ഉള്ളത്. വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് CFSയുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ളത്, ക്രിസ്റ്റൽ ഫീൽഡ് തിയറിയുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ളത്. അടുത്ത ചോദ്യം, FeCN6 3- and FeH2O 6 times 2+ are different colors in dilute solution. Why? രണ്ട് കോംപ്ലക്സുകൾ തന്നിട്ടുണ്ട്, രണ്ടും അയണിന്റെ കോംപ്ലക്സ് ആണ്. ഇവൻ ബോത്ത് ആർ ഒക്ടാഹൈഡ്രൽ 6 കോർഡിനേഷൻ കോംപ്ലക്സ്. രണ്ടുപേരും ഒക്ടാഹൈഡ്രൽ ആണ്, രണ്ടുപേരുടെയും കോർഡിനേഷൻ നമ്പർ 6 ആണ്. പക്ഷെ ഒന്നാമത്തതിന്റെ കോംപ്ലക്സിന്റെ കളർ അല്ല രണ്ടാമത്തത്. രണ്ടുപേർക്കും വെള്ളത്തിൽ അക്വ സൊല്യൂഷനിൽ വ്യത്യസ്തമായ കളറുകളായിരിക്കും കാണപ്പെടുന്നത്. എന്തുകൊണ്ടാണ്? ഇപ്പൊ ഒരു കോംപ്ലക്സിന്റെ കളർ എന്ന് പറയുന്നത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും? അൺപെയർഡ് ഇലക്ട്രോൺസ് ഉണ്ട് എങ്കിൽ നമുക്കറിയാം കോംപ്ലക്സിന്റെ കളർ DD ട്രാൻസിഷനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇപ്പൊ കളർ ഓഫ് കോംപ്ലക്സ് is due to DD ട്രാൻസിഷൻ. DD ട്രാൻസിഷൻ ഉള്ളത് കൊണ്ടാണ് അവർക്ക് കളർ ഉള്ളത്. അല്ലെങ്കിൽ അൺപെയർഡ് ഇലക്ട്രോൺസ് ഉള്ള സ്പീഷീസുകൾക്ക് ലോവർ d ഓർബിറ്റൽ T2Gയിൽ നിന്ന് EGയിലേക്ക് ട്രാൻസിഷൻ നടത്താൻ പറ്റും. അങ്ങനെയുള്ളവർക്ക് കളർ ഉണ്ടായിരിക്കും. DD ട്രാൻസിഷൻ ആണ്. ഇനി ഒരു കോംപ്ലക്സിന്, എല്ലാ കോംപ്ലക്സിനും 6 കോർഡിനേഷൻ നമ്പർ എന്നതുകൊണ്ട് ഒരു കോംപ്ലക്സിന്റെ കളർ തന്നെ ആയിരിക്കില്ല അതേ മെറ്റലുള്ള അടുത്ത കോംപ്ലക്സിന്റെ കളർ എന്ന് പറയുന്നത്. That depends upon the crystal field stabilization energy or strength of the ligand.
ഇപ്പൊ ലിഗാൻഡിന്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് കുറച്ച് മുന്നേ പറഞ്ഞതാണ്. സ്ട്രെങ്ത് ഓഫ് ലിഗാൻഡ്, strength of ligand is directly proportional to crystal field stabilization energy, which is directly proportional to frequency, inversely proportional to wavelength of radiation absorbed. അബ്സോർബ് ചെയ്ത റേഡിയേഷൻ എന്ന് പറയുന്നത് which is entirely depends upon the strength of ligand. ഇവിടെ എടുത്തു കഴിഞ്ഞാൽ cyanide which is much stronger than that of H2O. H2O എന്ന് പറയുന്ന ന്യൂട്രൽ ലിഗാൻഡിനെക്കാട്ടിലും ഒരുപാട് സ്ട്രെങ്ത് ഉള്ള ലിഗാൻഡ് ആണ് സയനൈഡ്. അപ്പൊ സയനൈഡ് എന്ന് പറയുന്ന കോംപ്ലക്സ് അബ്സോർബ് ചെയ്യുന്ന അതേ അളവിലുള്ള അല്ലെങ്കിൽ അതേ ഫ്രീക്വൻസിയിലും അതേ റേഡിയേഷനിലും അല്ലെങ്കിൽ അതേ വേവ് ലെങ്തിലുമുള്ള റേഡിയേഷൻ അല്ല വാട്ടർ ലിഗാൻഡ് ഉള്ള കോംപ്ലക്സ് അബ്സോർബ് ചെയ്യുന്നത്. അപ്പൊ അബ്സോർബ് ചെയ്യുന്ന എനർജി വ്യത്യാസം വരുമ്പോഴേക്കും റേഡിയേഷൻ അബ്സോർബ് ചെയ്യുന്നത് എനർജി വ്യത്യാസപ്പെടുന്നെങ്കിൽ ഇപ്പൊ നമ്മൾ പഠിച്ചിട്ടുണ്ട് കളർ ഓഫ് എ കോംപ്ലക്സ് ഇസ് കോംപ്ലിമെന്ററി ടു ദി കളർ വിത്ത് വിച്ച് ഇറ്റ് അബ്സോർബ് എന്നല്ലേ. ഇപ്പൊ കളർ ഓഫ് എ കോംപ്ലക്സ് ഈസ് complementary to the color with which it absorbed. അബ്സോർബ് ചെയ്തതല്ല കോംപ്ലക്സിന്റെ കളർ എന്ന് പറയുന്നത്. അപ്പൊ കോംപ്ലക്സിന്റെ കളർ എന്ന് പറയുന്നത് അത് അബ്സോർബ് ചെയ്ത കളറിന്റെ കോംപ്ലിമെന്ററി ആണ്. ഇപ്പൊ നമ്മളിവിടെ കളർ ഡിസ്ക് വരയ്ക്കുകയാണെങ്കിൽ ഇപ്പൊ ഇൻഡിഗോ കളറിനെ ഒഴിവാക്കുകയാണെങ്കിൽ വയലറ്റ്, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ്. അപ്പൊ അബ്സോർബ് ചെയ്ത കളർ വയലറ്റ് ആണ് എങ്കിൽ കോംപ്ലക്സിന്റെ കളർ മഞ്ഞ ഷെയ്ഡിലായിരിക്കും, യെല്ലോ ഷെയ്ഡിലായിരിക്കും. അപ്പൊ കോംപ്ലക്സിന്റെ കളർ എന്ന് പറയുന്നത് അത് അബ്സോർബ് ചെയ്ത കളർ അല്ല, അതിന്റെ കോംപ്ലിമെന്ററി കളറാണ്. അപ്പൊ സയനൈഡ് ലിഗാൻഡ് അടങ്ങിയിട്ടുള്ള കോംപ്ലക്സ് അബ്സോർബ് ചെയ്ത അതേ എനർജിയുള്ള ലൈറ്റിനെ ആയിരിക്കില്ല H2 അബ്സോർബ് ചെയ്യുന്നത്. അപ്പൊ H2 അബ്സോർബ് ചെയ്യുന്ന ലൈറ്റ് എന്ന് പറയുന്നത് which is entirely different to that of absorbed by cyanide complex. അപ്പൊ അബ്സോർബ് ചെയ്യുന്ന റേഡിയേഷന്റെ വ്യത്യാസം കൊണ്ട് ഉണ്ടാകുന്ന കോംപ്ലിമെന്ററി കളർ, അതിന്റെ കോംപ്ലിമെന്ററി കളറും ഡിഫറെന്റ് ആയിരിക്കും. സോ എൻറ്റയർലി ആ കോംപ്ലക്സിന് ഡിഫറെന്റ് കളർ ആയിരിക്കും. അപ്പൊ ചോദ്യം നോക്കിയേ, FeCN6 3- and FeH2O 6 times 2+ are different colors in solution Y. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം, രണ്ടുപേരിലും അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഉണ്ട്. FeCN6 3- ആണ് എങ്കിൽ FeCN6 3- നമ്പർ ഓഫ് അൺപെയ്ഡ് ഇലക്ട്രോൺ D2sp3 ഹൈബ്രിഡൈസേഷൻ ആണ്, അൺപെയ്ഡ് ഇലക്ട്രോൺസ് 1 ആണ്. FeH2O ആണെങ്കിൽ FeH2O 6 times 2+ ആണ് എങ്കിൽ നമ്പർ ഓഫ് അൺപെയ്ഡ് ഇലക്ട്രോൺസ് 4 ആയിരിക്കും. അപ്പൊ അൺപെയ്ഡ് ഇലക്ട്രോൺസ് വ്യത്യസ്തമാണ്. ലിഗാൻഡിന്റെ സ്ട്രെങ്ത് ഡിഫറെന്റ് ആണ്. ഇപ്പൊ ഡിഫറെന്റ് സ്ട്രെങ്ത് ഉള്ള ലിഗാൻഡുകളുള്ള കോംപ്ലക്സ് അബ്സോർബ് ചെയ്യുന്ന റേഡിയേഷൻ ഡിഫറെന്റ് ആയിരിക്കും. ഇപ്പൊ റേഡിയേഷൻ ഡിഫറെന്റ് ആണ് എങ്കിൽ കോംപ്ലിമെന്ററി കളറും ഡിഫറെന്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇത് രണ്ട് വ്യത്യസ്ത കളറുകളിലായിട്ടായിരിക്കും കാണപ്പെടുന്നത്. ഓർത്ത് വെച്ചേക്കുക, കോംപ്ലക്സിന്റെ കളറുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഒരു ചോദ്യമാണ്. FeCN6 3- and FeH2O 6 times 2+ are different colors in dilute solution. അപ്പോൾ കോംപ്ലക്സിന്റെ കളർ എന്ന് പറയുന്നത് which is entirely depends upon DD ട്രാൻസിഷൻ, ലോവർ ഡിയിൽ നിന്ന് അപ്പർ ഡി ഓർബിറ്റലിലേക്കുള്ള ട്രാൻസിഷൻ നടക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കിയിട്ടായിരിക്കും. അപ്പോൾ ഡിയിൽ 10 ഇലക്ട്രോൺസും ഡിയിൽ 0 ഇലക്ട്രോൺസും വന്നാൽ DD ട്രാൻസിഷൻ നടക്കില്ല. ഈ രണ്ട് കോംപ്ലക്സുകളിലും അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പോൾ ബോത്ത് ആർ കളേർഡ് കോംപ്ലക്സ്, DD ട്രാൻസിഷൻ ഡെഫിനറ്റ് ആയിട്ടും ഒക്കർ ചെയ്യും. പക്ഷെ രണ്ടുപേരുടെയും വ്യത്യസ്ത കളറിന് കാരണം ഒന്നാമത്തെ കോംപ്ലക്സിലെ സ്ട്രോങ് ലിഗാൻഡ് അബ്സോർബ് ചെയ്യുന്ന അതേ റേഡിയേഷൻ ആയിരിക്കില്ല, അല്ലെങ്കിൽ അവർക്ക് ആ സ്പ്ലിറ്റിങ്ങിന്റെ വാല്യൂ കൂടുതലായിരിക്കും, ക്രിസ്റ്റൽ ഫീൽഡ് സ്റ്റെബിലൈസേഷൻ എനർജി കൂടുതലായിരിക്കും. അതേ അളവിലുള്ള ലൈറ്റിനെ ആയിരിക്കില്ല രണ്ടാമത്തെ ലിഗാൻഡായ വാട്ടർ ഉള്ള കോംപ്ലക്സ് അബ്സോർബ് ചെയ്യുന്നത്. അപ്പൊ ആ അബ്സോർബ് ചെയ്യുന്ന ലൈറ്റിന്റെ തീവ്രത അല്ലെങ്കിൽ ഇന്റൻസിറ്റിയിലുള്ള ഡിഫറൻസ് കാരണം ഉണ്ടാകുന്ന കോംപ്ലക്സിന്റെ കളറിന് വ്യത്യസ്തത ഉണ്ടായിരിക്കും. ഇനി what is the magnitude of delta O affected by? ഇപ്പൊ ഡെൽറ്റ ഒ എന്ന് പറഞ്ഞാൽ ക്രിസ്റ്റൽ ഫീൽഡ് സ്റ്റെബിലൈസേഷൻ എനർജി ഇൻ ഒക്ടാഹെഡ്രൽ കോംപ്ലക്സ്. ഒക്ടാഹെഡ്രൽ കോംപ്ലക്സുകളിലെ ഡെൽറ്റ ഒയെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ്. ഇപ്പൊ ഒന്നാമത്തത് നേച്ചർ ഓഫ് ലിഗാൻഡ് എങ്ങനെയായിരിക്കും? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. ഡെൽറ്റ ഒ ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെങ്ത് ഓഫ് ലിഗാൻഡ്. സ്ട്രെങ്ത് ഓഫ് ലിഗാൻഡിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും, ലിഗാൻഡിന്റെ സ്ട്രെങ്തിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. അപ്പൊ ഒന്നാമത്തെ ചോദ്യം. രണ്ട്, ഡെൽറ്റ ഒ ഇസ്
directly proportional to oxidation state of central metal atom. It is directly proportional to oxidation state of central metal atom. ഇപ്പോൾ ക്രിസ്റ്റൽ ഫീൽഡ് സ്റ്റെബിലൈസേഷൻ എനർജി എന്ന് പറയുന്നത് ലിഗാൻഡിന്റെ സ്ട്രെങ്തിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. അപ്പൊ ലിഗാൻഡിന്റെ സ്ട്രെങ്ത് കൂടുന്നതിനനുസരിച്ച് എനർജിയുടെ വാല്യൂ കൂടും, CFSയുടെ വാല്യൂ കൂടും. അതേപോലെ തന്നെ നിങ്ങൾക്ക് കൊബാൾട്ടിന്റെ ഒരു 3+ സ്റ്റേറ്റ്, കൊബാൾട്ട് 3+ കോംപ്ലക്സും കൊബാൾട്ട് 2+ കോംപ്ലക്സും വന്നിട്ടുണ്ട് എങ്കിൽ 3+ കോംപ്ലക്സിനായിരിക്കും ക്രിസ്റ്റൽ ഫീൽഡ് സ്റ്റെബിലൈസേഷൻ എനർജി കൂടുതൽ ഉണ്ടായിരിക്കുന്നത്. കാരണം രണ്ടിന്റെയും മെറ്റൽ ആറ്റത്തിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കൂടിക്കഴിഞ്ഞാൽ അവരുടെ ക്രിസ്റ്റൽ ഫീൽഡ് സ്റ്റെബിലൈസേഷൻ എനർജി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പോൾ വാട്ട് ഈസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡെൽറ്റ ഒ അഫക്റ്റഡ് ബൈ നേച്ചർ ഓഫ് ലിഗാൻഡ്? നേച്ചർ ഓഫ് ലിഗാൻഡ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു, അല്ലെങ്കിൽ സ്ട്രെങ്ത് ഓഫ് ലിഗാൻഡ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു crystal field stabilization energy delta O. Oxidation state of central metal atom again directly proportional to crystal field stabilization energy delta O. വളരെ എളുപ്പമുള്ള ഒരു ചോദ്യമായിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ. അപ്പൊ ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് കോർഡിനേഷൻ കോമ്പൗണ്ടിലെ ബോണ്ടിങ്ങുമായിട്ട് കണക്ട് ചെയ്യുന്ന തിയറികളാണ്. വാർണർ തിയറി, വാലൻസ് ബോണ്ട് തിയറി, ക്രിസ്റ്റൽ ഫീൽഡ് തിയറി. ഇനി ഈ ചാപ്റ്ററിന്റെ ഏറ്റവും ലാസ്റ്റത്തെ ഭാഗത്ത് കൊടുത്തിരിക്കുന്ന ഭാഗമാണ് മെറ്റൽ കാർബണൈൽസ്. എന്താണ് മെറ്റൽ കാർബണൈൽസ്? NiCO4, FeCO5, ഇങ്ങനെ മെറ്റലുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള എല്ലാ ലിഗാൻഡുകളും CO ആണ് എങ്കിൽ അങ്ങനെയുള്ള കോംപ്ലക്സുകൾക്ക് സെപ്പറേറ്റ് ആയിട്ട് വിളിക്കുന്ന പേരാണ് മെറ്റൽ കാർബണൈൽ. മെറ്റൽ കാർബണൈൽസ് ആർ homoleptic complexes in which central metal atom is connected to കാർബണൈൽ ലിഗാൻഡ് ഒള്ളി. കാർബണൈൽ ലിഗാൻഡുകളുമായിട്ട് മാത്രം കണക്ട് ചെയ്തിട്ടുള്ള കോംപ്ലക്സുകൾക്കാണ് നമ്മൾ മെറ്റൽ കാർബണൈൽസ് എന്ന് വിളിക്കുന്നത്. അപ്പൊ മെറ്റൽ കാർബണൈൽസിലെ ബോണ്ടിങ് ഒരു പ്രത്യേകതയുണ്ട്. അപ്പൊ ആ ബോണ്ടിങ് സ്ഥിരമായി ചോദ്യം വരാറുണ്ട്. മെറ്റൽ കാർബണൈൽസിലെ ബോണ്ടിങ്, ഈ ബോണ്ടിങ്ങിന് ഒരു പേര് ഇവിടെ വിളിക്കും. ഇറ്റ് ഈസ് നോൺ ആസ് സിനർജിക് ഇഫക്റ്റ്. ബാക്ക് ബോണ്ടിങ് എന്നും പറയാറുണ്ട്. സിനർജിക് ഇഫക്റ്റ് അല്ല എങ്കിൽ ബാക്ക് ബോണ്ടിങ്. മെറ്റൽ കാർബണൈൽസിലെ ബോണ്ടിങ്ങിനെ പറ്റിയാണ് ഇനിയുള്ളത്. അപ്പോൾ കൺസിഡർ എ മെറ്റൽ ആറ്റം. ഒരു സെൻട്രൽ മെറ്റൽ ആറ്റം എടുത്തു, അതിലെ ഒരു വേക്കൻ്റ് ആയിട്ടുള്ള ഒരു ഓർബിറ്റലും എടുത്തു, ടേക്കൺ വൺ ഫുള്ളി ഫിൽഡ് ഓർബിറ്റൽ ഓൾസോ. അപ്പൊ സെൻട്രൽ മെറ്റൽ ആറ്റത്തിന്റെ കയ്യിലുള്ള ഒരു വേക്കൻ്റ് ഓർബിറ്റലും എടുത്തു, അതിലെ ഒരു ഓൾറെഡി ഫിൽഡ് ആയിട്ടുള്ള ഒരു ഓർബിറ്റലും കയ്യിലെടുത്തിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് കാർബണൈൽ ലിഗാൻഡ് വന്ന് ബോണ്ട് ചെയ്യാൻ പോവാണ്. C∝ ബോണ്ടോ, അതിലെ കാർബൺ ആറ്റത്തിന്റെ ലോൺ പെയർ ഇലക്ട്രോൺസ് ആണ് മെറ്റലിന്റെ വേക്കൻ്റ് ഓർബിറ്റലിലേക്ക് ഡൊണേറ്റ് ചെയ്യുന്നു. അപ്പൊ ലിഗാൻഡുകളുടെ പൊതുവായുള്ള പ്രവണത, ലിഗാൻഡ്സ് ആർ ന്യൂട്രൽ ഓർ ചാർജ്ഡ് സ്പീഷീസ് കേപ്പബിൾ ഓഫ് ഡൊണേറ്റിംഗ് ഇലക്ട്രോൺ പെയർസ് ടു ദി വേക്കൻ്റ് ഓർബിറ്റൽ ഓഫ് സെൻട്രൽ ആറ്റം. സെൻട്രൽ ആറ്റത്തിന്റെ വേക്കൻ്റ് ഓർബിറ്റലിലേക്ക് ഇലക്ട്രോൺ പെയറിനെ കൊടുക്കാൻ പറ്റുന്ന സ്പീഷീസുകൾക്കാണ് നമ്മൾ ലിഗാൻഡ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇവിടുത്തെ ലിഗാൻഡ് C∝ ബോണ്ടോയ. അതിലെ കാർബൺ ആറ്റത്തിന്റെ കയ്യിൽ ലോൺ പെയർ ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പൊ കാർബണിന്റെ ലോൺ പെയർ ഇലക്ട്രോൺസ് മെറ്റലിന്റെ വേക്കൻ്റ് ഓർബിറ്റലിലേക്ക് ഡൊണേറ്റ് ചെയ്യുമ്പോഴാണ് ദർ ഡെവലപ്പ് എ സിഗ്മ കോർഡിനേറ്റ് ബോണ്ട്. അപ്പൊ അങ്ങനെയാണ് ഇവിടെ കോർഡിനേറ്റ് ബോണ്ട് ഫോം ചെയ്യുന്നത്. അപ്പൊ അത് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് എഴുതണം. മെറ്റൽ കാർബൺ, ഫസ്റ്റ് പോയിന്റ് ഇതാണ്, മെറ്റൽ കാർബൺ സിഗ്മ ബോണ്ട് is formed when C∝ bond donate electron to the vacant orbital of central metal atom. സെൻട്രൽ മെറ്റൽ ആറ്റത്തിന് ഡൊണേറ്റ് ചെയ്യുമ്പോഴാണ് സിഗ്മ ബോണ്ട് ഫോം ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഇപ്പൊ ഒരു ലിഗാൻഡ് ഡൊണേറ്റ് ചെയ്യുമ്പോൾ ഒരു സിഗ്മ ബോണ്ട്, ഇപ്പൊ 4 ലിഗാൻഡ് ഉണ്ടെങ്കിൽ 4 വശത്തു നിന്നും 4 സിഗ്മ ബോണ്ട് ഫോം ചെയ്യുകയാണ്. ഈ 4 സിഗ്മ ബോണ്ട് ഫോം ചെയ്യുന്നതിന്റെ ആഫ്റ്റർ ഇഫക്റ്റ് ആയിട്ട് മെറ്റലിന് ചുറ്റുമുള്ള ഇലക്ട്രോൺ ഡെൻസിറ്റി വളരെയധികം വർദ്ധിക്കും, ക്രമാതീതമായി കൂടും. അപ്പൊ മെറ്റലിന്റെ ഇലക്ട്രോൺസ് ലിഗാൻഡിന്റെ ഇലക്ട്രോൺസ് തമ്മിൽ റിപ്പൾഷൻ നടത്താൻ തുടങ്ങും. അപ്പൊ മെറ്റലിന്റെ അടുത്തേക്ക് ഒരുപാട് ഇലക്ട്രോൺസ് ഇങ്ങനെ വരുന്നതിനാൽ ഇന്റർ ഇലക്ട്രോണിക് റിപ്പൾഷൻ നടക്കും. ഈ റിപ്പൾഷൻ ഒന്ന് കുറയ്ക്കാൻ വേണ്ടി സാധാരണ സ്പ്ലിറ്റിംഗ് നടക്കാറാണ് പതിവ്. ഇവിടെ അങ്ങനെയല്ല. മെറ്റലിന്റെ ഈ റിപ്പൾഷൻ കുറയ്ക്കാൻ വേണ്ടി ഓൾറെഡി മെറ്റലിന്റെ കയ്യിലുള്ള ഒരു ഫിൽഡ് ഓർബിറ്റലിലെ ഇലക്ട്രോൺസ് ലിഗാൻഡിന്റെ പൈ സ്റ്റാർ ആന്റി ബോണ്ടിങ് ഓർബിറ്റലിലേക്ക് തിരിച്ച് ഡൊണേറ്റ് ചെയ്യും. അപ്പൊ യൂഷ്വലി ലിഗാൻഡ് ഇലക്ട്രോണിനെ കൊടുക്കാറാണ് പതിവ്. അപ്പൊ അതിന് എഗൻസ്റ്റ് ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരു ലിഗാൻഡും കൂടിയാണ്. ഇലക്ട്രോണിനെ അങ്ങോട്ട് കൊടുക്കുന്നു, അതോടൊപ്പം തന്നെ ഇലക്ട്രോണിനെ അവർക്ക് വേണമെങ്കിൽ മേടിക്കാനും പറ്റും, അക്സെപ്റ്റ് ചെയ്യാനും പറ്റും. അതുകൊണ്ട് നമുക്ക് ഇവരെ പൈ അക്സെപ്റ്റർ ലിഗാൻഡ് എന്നൂടെ പറയാറുണ്ട്. അപ്പം
മെറ്റൽ ബാക്ക് ഡൊണേറ്റിംഗ്, ആ ഡൊണേഷന് ബാക്ക് ഡൊണേറ്റിംഗ് ആണ്, ബാക്ക് ഡൊണേറ്റിംഗ് ആൻ ഇലക്ട്രോൺ പെയർ ടു ദി പൈ സ്റ്റാർ ആന്റി ബോണ്ടിങ്. ആന്റി ബോണ്ടിങ്ങും ബോണ്ടിങ്ങും ഒക്കെ ഫസ്റ്റ് ഇയറിൽ പഠിച്ചതാണ്. പൈ സ്റ്റാർ ആന്റി ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽ ഓഫ് ദി CO, CO എഴുതി കൊടുക്കും. ഡെവലപ്പ് പൈ ബോണ്ട്. ഇപ്പൊ രണ്ടാമത്തെ ബോണ്ട് എന്ന് പറയുന്നത് പൈ ബോണ്ട് ആയിരിക്കും. ഫസ്റ്റ് ബോണ്ട് ഇസ് ഓൾവേസ് സിഗ്മ ബോണ്ട് ആണെങ്കിൽ സെക്കൻഡ് ബോണ്ട് ഇസ് ഡെഫിനറ്റ്ലി പൈ ബോണ്ട് ആയിരിക്കും. അപ്പൊ ഈ രണ്ട് പോയിന്റും ഡെഫിനറ്റ് ആയിട്ട് എഴുതിയിരിക്കണം. മെറ്റലിന്റെ ലിഗാൻഡിന്റെ ലോൺ പെയർ ഇലക്ട്രോൺസ് മെറ്റലിന്റെ വേക്കന്റ് ഓർബിറ്റലിലേക്ക് കൊടുക്കുമ്പോൾ അവിടെ ആദ്യത്തെ ബോണ്ടായ സിഗ്മ ബോണ്ട് ഫോം ചെയ്യും. അപ്പൊ ഈ സിഗ്മ ബോണ്ട് ഫോം ചെയ്യുന്നതിന്റെ ആഫ്റ്റർ ഇഫക്റ്റ് ആയിട്ട് മെറ്റലിന് ചുറ്റുമുള്ള ഇലക്ട്രോൺ ഡെൻസിറ്റി ക്രമാതീതമായി വർദ്ധിക്കും. ഡ്യൂ ടു ദിസ് സിഗ്മ ബോണ്ട് ഫോർമേഷൻ ഇലക്ട്രോൺ ഡെൻസിറ്റി അറൌണ്ട് സെൻട്രൽ മെറ്റൽ ആറ്റം increases considerably. This will create inter-electronic repulsion between metal electrons and ligand electron. Definitely അവിടെ ഒരു repulsion ഉണ്ടാക്കും, which will affect the stability of the complex. So stability of the complex ആയിരിക്കും ബോണ്ടിന്റെ ഫോർമേഷന് ഡിലേ ഫീൽ ചെയ്യപ്പെടും. To reduce this inter-electronic repulsion, metal electrons back donating to the pi star anti-bonding orbitals of the ligand, there develop the second bond, that is a pi bond. അപ്പം മെറ്റലിനും കാർബണൈലിനും ഇടയ്ക്കുള്ള ബോണ്ട്, ആദ്യത്തെ ബോണ്ട് സിഗ്മ ബോണ്ടും രണ്ടാമത്തെ ബോണ്ട് പൈ ബോണ്ടും ആണെന്ന് ഓർത്തിരിക്കുക. അപ്പൊ ഈ ഇഫക്റ്റിന്, ബാക്ക് ബോണ്ടിങ് ഇഫക്റ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സിനർജിക് ഇഫക്റ്റ് എന്ന് വിളിക്കും. ഇറ്റ് ഈസ് നോൺ ആസ് സിനർജിക് ഇഫക്റ്റ്, ബാക്ക് ബോണ്ടിങ് അല്ലെങ്കിൽ സിനർജിക് ഇഫക്റ്റ്. നോർമൽ കേസുകളിൽ ലിഗാൻഡ് എല്ലാം ഇലക്ട്രോണിനെ കൊടുക്കുന്നവരായിരിക്കും. പക്ഷെ കാർബണൈൽ ലിഗാൻഡിന് ഒരു പ്രത്യേകതയുണ്ട്, അവർക്ക് ആവശ്യമായ സിറ്റുവേഷനിൽ അക്സെപ്റ്റ് ചെയ്യാനും പറ്റും. അപ്പൊ ഇങ്ങനെ കൊടുക്കുന്നതോടൊപ്പം തന്നെ ബാക്ക് ബോണ്ടിങ് വഴി ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്യുന്നത് കൊണ്ട് ദിസ് സോർട്ട് ഓഫ് ലിഗാൻഡ്സ് ആർ കോൾഡ് പൈ അക്സെപ്റ്റർ ലിഗാൻഡ് എന്ന് പറയാം. പൈ അക്സെപ്റ്റർ ലിഗാൻഡ്. വിച്ച് ടൈപ്പ് ഓഫ് ലിഗാൻഡ്? കാർബണൈൽ ഇസ് ഓൾസോ നോൺ ആസ് പൈ അക്സെപ്റ്റർ ലിഗാൻഡ്. ഇത് എഴുതുമ്പോഴേക്കും ആ ഓർബിറ്റൽ ഡയഗ്രാം കൂടെ വരച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടി. ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് ചോദിക്കുമ്പോൾ സ്റ്റേറ്റ്മെന്റുകൾ എഴുതിയ ശേഷം ലിഗാൻഡ് ഇലക്ട്രോണിനെ കൊടുത്തതും ബാക്ക് ബോണ്ടിങ്ങിന്റെ ഒക്കെ ഫിഗർ വരച്ചിട്ട് വേണം ഇത് എക്സ്പ്ലനേഷൻ കൊടുക്കാൻ വേണ്ടി. സ്ഥിരമായി ചോദിക്കാറുള്ള ഒരു ഭാഗമാണ് മെറ്റൽ കാർബണൈൽസിലെ ബോണ്ടിങ്ങിനെ പറ്റി. ആ ബോണ്ടിങ്ങിന് ഒരു പ്രത്യേക പേരുണ്ട്, ഇറ്റ് ഈസ് നോൺ ആസ് സിനർജിക് ഇഫക്റ്റ്, ബാക്ക് ബോണ്ടിങ് എന്നും പറയാറുണ്ട്. അടുത്തത് ഇതിനെ ബേസ് ചെയ്ത ചോദ്യമാണ്, ഒരു MCQ ആണ്. ദി മെറ്റൽ കാർബൺ ബോണ്ട് ഇൻ മെറ്റൽ കാർബണൈൽ പൊസസ് സിഗ്മ ക്യാരക്ടർ ഉണ്ട്, പൈ ക്യാരക്ടർ ഉണ്ട്. അതായത് മെറ്റലിനും കാർബണിനും ഇടയിലുള്ള ഈ ബോണ്ടേൽ സിഗ്മ ക്യാരക്ടർ ഉണ്ട്, പൈ ക്യാരക്ടർ ഉണ്ട്. ബോത്ത് സിഗ്മ ആൻഡ് പൈ ക്യാരക്ടർ. സിഗ്മ ബോണ്ട് ക്യാരക്ടർ ഉണ്ട്, പൈ ക്യാരക്ടർ ഉണ്ട്. ആ ഇഫക്റ്റിനെ വിളിക്കുന്ന പേരാണ് സിനർജിക് ഇഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ മെറ്റൽ കാർബണൈൽസുമായിട്ട് കണക്ട് ചെയ്ത് ടെക്സ്റ്റ് ബുക്കിൽ ആകെപ്പാടെ NCERT ടെക്സ്റ്റ് ബുക്കിൽ ബോണ്ടിങ്ങുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഭാഗമാണ് പഠിക്കാനുള്ളത്. അതോടൊപ്പം തന്നെ 2-3 മെറ്റൽ കാർബണൈൽസിന്റെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, അവരുടെ സ്ട്രക്ചർ ടെക്സ്റ്റ് ബുക്കിൽ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ മെറ്റൽ കാർബണൈൽസിന്റെ ബോണ്ടിങ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനി ഈ ചാപ്റ്ററിന്റെ ഏറ്റവും ലാസ്റ്റ് ഭാഗമാണ് ആപ്ലിക്കേഷൻസ് ഓഫ് കോർഡിനേഷൻ കോമ്പൗണ്ട്സ്. കോർഡിനേഷൻ കോമ്പൗണ്ട്സുകൾക്ക് ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്. അതിൽ ക്വാളിറ്റേറ്റീവ് അനാലിസിസിന് ഉപയോഗിക്കുന്ന കോംപ്ലക്സുകളുണ്ട്, കാറ്റലിസ്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്ന കോംപ്ലക്സുകളുണ്ട്, മെഡിസിനൽ പർപ്പസിന് ഉപയോഗിക്കുന്ന കോംപ്ലക്സുകളുണ്ട്. നമ്മുടെ ബോഡിയിൽ തന്നെ നാച്ചുറൽ ആയിട്ട് കുറേ കോംപ്ലക്സുകളുണ്ട്. നമ്മുടെ ഹീമോഗ്ലോബിൻ അയണിന്റെ കോംപ്ലക്സ് ആണ്. അതുപോലെ തന്നെ ക്ലോറോഫില്, വൈറ്റമിൻ B12, അങ്ങനെ ഒരുപാട് കോംപ്ലക്സുകൾ, ഒത്തിരി ആപ്ലിക്കേഷൻസ് ഉള്ളതാണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോഗ്രാഫിയിൽ ഉപയോഗിക്കുന്നുണ്ട്. കോർഡിനേഷൻ കോമ്പൗണ്ടുകൾക്ക് ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്. 10-12 ആപ്ലിക്കേഷനോളം ടെക്സ്റ്റിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അതുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഒരു ചോദ്യമാണ്. 3 ചോദ്യങ്ങളാണ്. ആന്റി പെർനീഷ്യസ് അനീമിയ ഫാക്ടർ which is a coordination compounds of cobalt is. ആന്റി പെർനീഷ്യസ് അനീമിയ ഫാക്ടർ എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, വൈറ്റമിൻ B12 ആണ്. വൈറ്റമിൻ B12 എന്ന് പറഞ്ഞാൽ അതിന്റെ സയന്റിഫിക് നെയിം എന്ന് പറഞ്ഞാൽ സയനോകൊബാലാമിൻ എന്നാണ്. സയനോകൊബാലാമിൻ, വൈറ്റമിൻ B12. കൊബാൾട്ട് എന്ന് പറയുന്ന മെറ്റൽ അടങ്ങിയിട്ടുള്ള ഒരു വൈറ്റമിൻ. ആകെപ്പാടെ വിറ്റാമിൻ അല്ലെങ്കിൽ വൈറ്റമിൻ എന്ന് പറയുന്നത് ഏറ്റവും ഒരെണ്ണത്തിൽ മാത്രമേ മെറ്റൽ ഉള്ള ഒരു വൈറ്റമിൻ ഉള്ളൂ. ആ മെറ്റൽ ഉള്ള വൈറ്റമിൻ ഇത് തന്നെയാണ്, വൈറ്റമിൻ B12. ഇറ്റ് ഈസ് സയന്റിഫിക് നെയിം ഇസ് സയനോകൊബാലാമിൻ എന്നാണ്. ഇതുപോലെ തന്നെ ഹീമോഗ്ലോബിൻ എന്ന് പറഞ്ഞാൽ അയൺ അടങ്ങിയിട്ടുള്ള ഒരു കോംപ്ലക്സ് ആണ്.
മഗ്നീഷ്യം അടങ്ങിയിട്ടുള്ള കോംപ്ലക്സ് ആണ് ക്ലോറോഫിൽ. ഇതെല്ലാം നാച്ചുറൽ പ്രോഡക്റ്റുകളാണ്. മിക്ക എൻസൈമുകളും സിങ്ക് ഒക്കെ ഉപയോഗിച്ചിട്ടുള്ള കോംപ്ലക്സുകളാണ് എൻസൈമുകൾ എന്നൊക്കെ പറയുന്നത്. ഗീവ് എക്സാമ്പിൾ ഓഫ് കോംപ്ലക്സ് ഇൻ കെമിക്കൽ അനാലിസിസ്. കെമിക്കൽ അനാലിസിസിൽ ഉപയോഗിക്കുന്ന കോംപ്ലക്സുകൾ. EDTA കെമിക്കൽ അനാലിസിസിൽ ഉപയോഗിക്കാറുണ്ട്. മഗ്നീഷ്യത്തിനെയും കാൽഷ്യത്തിനെയും ഒക്കെ കണ്ടുപിടിക്കാൻ വേണ്ടി EDTA ഉപയോഗിക്കാറുണ്ട്. ഡൈമീഥൈൽ ഗ്ലയോക്സൈഡ് DMG നിക്കലിനെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു റിയേജന്റ് ആണ് ഡൈമീഥൈൽ ഗ്ലയോക്സൈഡ്. ഇൻഡസ്ട്രിയിൽ ഉപയോഗിക്കുന്നു വിൽക്കിൻസൺ കാറ്റലിസ്റ്റ്. വിൽക്കിൻസൺ കാറ്റലിസ്റ്റ് RH PPH3 thrice Cl. റോഡിയത്തിന്റെ ഒരു കോംപ്ലക്സ് ആണ് വിൽക്കിൻസൺ കാറ്റലിസ്റ്റ്. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ദി ഹൈഡ്രോജനേഷൻ ഓഫ് ആൽക്കീൻസ്. ആൽക്കീൻസിനെ ഹൈഡ്രോജനേഷൻ റിഡക്ഷൻ നടത്തി ആൽക്കേനാക്കി കൺവേർട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കാറ്റലിസ്റ്റ് ആണ്. ഇൻഡസ്ട്രിയിൽ ഉപയോഗിക്കുന്ന ഒരു കാറ്റലിസ്റ്റും കൂടിയാണ്. ഓരോന്ന് വിധേ ചോദിച്ചിട്ടുള്ളൂ. ഗീവ് എക്സാമ്പിൾസ് ഓഫ് കോംപ്ലക്സസ് ഇൻ കെമിക്കൽ അനാലിസിസ്. ഇൻഡസ്ട്രി വിൽക്കിൻസൺ കാറ്റലിസ്റ്റ് ഉപയോഗിക്കാം. വിൽക്കിൻസൺ കാറ്റലിസ്റ്റ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അടുത്തത് നെയിം ദി മെറ്റൽ പ്രസന്റ് ഇൻ ഹീമോഗ്ലോബിൻ. ഹീം എന്ന് പറഞ്ഞാൽ തന്നെ അയൺ എന്നാണ്. ഹീമോഗ്ലോബിൻ അയൺ ആണ്. ഹീമോഗ്ലോബിന് അടങ്ങിയിരിക്കുന്ന മെറ്റൽ ആര്? അയൺ ആണ്. Fe2+ അയൺ. ഹീം യൂണിറ്റും സറൗണ്ടഡ് ബൈ പോർഫൈറിൻ ലിഗാൻഡുകളുമാണ് ഹീമോഗ്ലോബിനിൽ ഉള്ളത്. ഹീമോഗ്ലോബിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ മനുഷ്യ ശരീരത്തിലുള്ള ഹീമോഗ്ലോബിനകത്ത് അയൺ അടങ്ങിയിട്ടുള്ള ഒരു കോംപ്ലക്സ് ആണ്. What is used as the complexing agent in the volumetric analysis of ions like magnesium and calcium? മഗ്നീഷ്യത്തിന്റെയും കാൽഷ്യത്തിന്റെയും വോളിമെട്രിക് അനാലിസിസ്. ആ അനാലിസിന് ഒരു പേരുണ്ട്, കോംപ്ലക്സോമെട്രി എന്നാണ് പറയുന്നത്. കോംപ്ലക്സോമെട്രിക് ടൈട്രേഷൻ. കോംപ്ലക്സോമെട്രിക് ടൈട്രേഷനകത്ത് മഗ്നീഷ്യത്തിനെയും കാൽഷ്യത്തിനെയും EDTA യൂസ് ചെയ്തിട്ടാണ് ടൈട്രേഷൻ നടത്തുന്നത്. അപ്പം നിങ്ങൾ മഗ്നീഷ്യത്തിന്റെയും കാൽഷ്യത്തിന്റെയും സൊല്യൂഷൻ പിപ്പറ്റ് ഔട്ട് ചെയ്തെടുക്കും. ഏതിൻ്റെയാണോ അതിന് എത്ര എമൗണ്ട് മഗ്നീഷ്യം ഉണ്ട് അല്ലെങ്കിൽ എത്ര എമൗണ്ട് കാൽഷ്യം ഉണ്ടെന്ന് കണ്ടുപിടിക്കണമെങ്കിൽ അതിനെ നമ്മൾ പിപ്പറ്റ് ഔട്ട് എടുത്തു. എന്നിട്ട് അതിലേക്ക് ഇൻഡിക്കേറ്റർ എറിയോക്രോം ബ്ലാക്ക് ടീ എന്നൊരു ഇൻഡിക്കേറ്ററും ബഫറും ഒക്കെ ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അതിനെ ബ്യൂററ്റിൽ EDTA ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ EDTA ഉപയോഗിച്ച് ടൈട്രേഷൻ നടത്തുമ്പോഴേക്കും കളർ ചേഞ്ച് നോക്കുന്നു. എൻ പോയിന്റ് ഉപയോഗിച്ചിട്ട് അതിന്റെ വാല്യൂ കണ്ടുപിടിക്കുന്നു. ആ ടൈട്രേഷന് കോംപ്ലക്സോമെട്രിക് ടൈട്രേഷൻ എന്നാണ് വിളിക്കുന്നത്. അവിടെ EDTA ആണ് യൂസ് ചെയ്യുന്നത്. എത്തിലീൻ ഡയമീൻ ടെട്രാ അസറ്റേറ്റ് അയോൺ. EDTA ഈസ് യൂസ്ഡ് ആസ് ദി. ഇപ്പം EDTA ഓപ്ഷൻ ബി ആയ EDTA. ആ ടൈപ്പ് ഓഫ് ടൈട്രേഷനുകൾക്ക് വിളിക്കുന്ന പേരാണ് കോംപ്ലക്സോമെട്രിക് ടൈട്രേഷൻസ്. അപ്പം ഇത്രയും ഭാഗമായിരുന്നു, ഇത്രയും ക്വസ്റ്റ്യൻസ് ആയിരുന്നു നമ്മൾ രണ്ടാമത്തെ സെഷനിൽ ഇൻക്ലൂഡ് ചെയ്തിരുന്നത്. ആദ്യത്തെ സെഷനിൽ ഐസോമെറിസം വരെയുള്ള ഭാഗങ്ങളായിരുന്നു. കമ്പാരിറ്റീവ്ലി കുറച്ചുകൂടെ കൂടുതൽ പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് രണ്ടാമത്തെ പാർട്ടാണ്. രണ്ടാമത്തെ പാർട്ടിൽ കോർഡിനേഷൻ കോമ്പൗണ്ടുമായിട്ട് കണക്ട് ചെയ്യുന്ന ബോണ്ടിങ്ങിന്റെ തിയറികൾ, വെർണർ തിയറി, വാലൻസ് ബോണ്ട് തിയറി, ക്രിസ്റ്റൽ ഫീൽഡ് തിയറി, ഈ 3 തിയറികളും, അതിനുശേഷം മെറ്റൽ കാർബണൈൽസിന്റെ ബോണ്ടിങ്, സിനർജിക് ബോണ്ടിങ് അല്ലെങ്കിൽ സിനർജിക് ഇഫക്റ്റ്, പിന്നീട് കോർഡിനേഷൻ കോമ്പൗണ്ടിന്റെ ആപ്ലിക്കേഷൻ. ഇത്രയും ഭാഗങ്ങളായിരുന്നു നമ്മൾ ഇന്ന് രണ്ടാമത്തെ സെഷനിൽ ഇൻക്ലൂഡ് ചെയ്തിരുന്നത്. ഈ 2 സെഷനിലെ ക്ലാസ്സുകൾ നന്നായി കേട്ടതിന് ശേഷം NCERT ടെക്സ്റ്റ് ബുക്കിലുള്ള ഇൻടെക്സ്റ്റ് ക്വസ്റ്റ്യനുകളും അതിനുശേഷം അതിൻ്റെ ടെക്സ്റ്റ് ബുക്കിൻ്റെ പുറകിലുള്ള എക്സസൈസ് ക്വസ്റ്റ്യനുകളും വർക്കൗട്ട് ചെയ്യുക. ടെക്സ്റ്റ് ബുക്ക് വൃത്തിയായിട്ട് വായിക്കണം. കാരണം കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ആയിട്ട് ഫൈനൽ എക്സാമിനേഷന്, CBSEയുടെ ഒക്കെ ഫൈനൽ എക്സാമിനേഷന് ടെക്സ്റ്റ് ബുക്കിനെ ബേസ് ചെയ്തിട്ടായിരുന്നു ചോദ്യങ്ങൾ കൂടുതലും ഉണ്ടായിരുന്നു. അപ്പം ടെക്സ്റ്റ് ബുക്കിലുള്ള പല എക്സാമ്പിളുകളും അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്കിൻ്റെ പുറകുവശത്തുള്ള എക്സസൈസ് ക്വസ്റ്റ്യനുകളൊക്കെ അതുപോലെ തന്നെ ചോദിക്കാറുണ്ട്. അപ്പം നിങ്ങൾക്ക് ഈ ക്ലാസ്സുകൾ വേണ്ട വിധത്തിൽ ഫലപ്രദമായെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു വെരി മച്ച്.